ദാഹമാൽ വാലഞ്ഞൊരിക്കൽ ഞാൻ വരും, സ്നേഹമേ കൗസറൊരിറ്റന്ന് തരൂ. ദാഹമാൽ വാലഞ്ഞൊരിക്കൽ ഞാൻ വരും, സ്നേഹമേ കൗസറൊരിറ്റന്ന് തരൂ. തട്ടിടല്ലേ സെയ്തി അന്നെൻകരം, തട്ടിയാൽ വിഫലമാണീ ജീവിതം, തട്ടിയാൽ വിഫലമാണീ ജീവിതം. വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബി, വ്യഥകളെല്ലാം തീർക്ക് യാ ഖൈറൻ നബി. കൈപിടിക്കാനാരുമില്ല യാ അബീ, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി. നമ്മുടെ വിഷയത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇന്നത്തെ വിഷയം വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ വീക്ഷിക്കണം. ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി കണ്ടെത്താൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ അഖീദയിൽ പരാമർശിക്കുന്നത്. വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം അത് മനസ്സിലാക്കണമെന്ന് എൻ്റെ എല്ലാ സഹോദര സഹോദരിമാരോടും ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക്, അത് ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെയും മെനാനുമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു പോയ വിഷയങ്ങൾ അതെന്തായിരുന്നു? അഖീദയുടെ ABCD ആണ് നാം പറഞ്ഞു വരുന്നത്. അബ്ജദിയാത്ത് എന്ന് അറബിയിൽ പറയും. അഖീദ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന അതിൻ്റെ മുഖവുരകളാണ്, അതിൻ്റെ ABCDകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഖലിയായിരിക്കുന്ന ഹുക്മ് എന്ന് പറഞ്ഞാൽ, അഖലിയ ഹുക്മ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അഖലിയായ ഹുക്മ് എന്ന് പറഞ്ഞാൽ വിധികർത്താവ് ആരാണെങ്കിലാണ് അഖലിയ ഹുക്മ് എന്ന് പറയാം. നമ്മുടെ അഖീദയിലാകുമ്പോൾ ചോദ്യങ്ങളുണ്ടാകും. അതിന് എൻ്റെ മാന്യ ശ്രോതാക്കളെ എല്ലാ ആളുകളും, കഴിയുന്ന ആളുകളൊക്കെ പ്രതികരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് നമ്മൾ വെറുതെ അങ്ങ് ഓതിപ്പോവല്ല, നമുക്ക് അത് ശരിയാന്ന് നിൽക്കുക, അതിനെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ ചോദിക്കും, ആ ചോദ്യത്തിന് നല്ല ശ്രദ്ധിച്ച് അതിന് മറുപടി പറയാം. തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല, തെറ്റിയാൽ എനിക്ക് തിരുത്താനും അത് കുറേ ആളുകൾക്ക്, കേൾക്കാത്തവർക്ക് അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ എപ്പോഴാണ് ഒരു വിധി ബുദ്ധിപരമായ വിധിയാവല്, എപ്പോഴാണ് ഒരു വിധി ശരീഅത്തിന് വിധിയാവല്, എപ്പോഴാണ് ഒരു വിധി സാധാരണ വിധിയാവല്? നമ്മളിവിടെ ബുദ്ധിയാണ് വിധിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് എന്തെന്ന് പറയാം അതിൻ്റെ പേരാണ് നമ്മൾ അഖലിയായ ഹുക്മ് എന്ന് പറയുന്നത്, ബുദ്ധിപരമായ വിധി എന്ന് പറയുന്നത് അല്ലേ? അതല്ലേ? ആരുമില്ലേ? കേൾക്കുന്നില്ല സഹോദരന്മാരെ? റിയാസ് MDT റിയാസ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ഇളകട്ടെ, കയ്യും വരലൊക്കെ ഇങ്ങോട്ട് ഇളകട്ടെ, ഒന്നങ്ങോട്ട് ഉത്സാഹമായിട്ടൊന്ന് പ്രതികരിക്കുക. കീബോർഡ് മേൽ വെക്കേണ്ട സമയത്ത് വെക്കുക, അല്ലാത്തപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുക. അതെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു വന്നത് ബുദ്ധി വിധിക്കുന്നത് ഒന്നൊരിക്കൽ അത് ഒരു സംഗതി നിർബന്ധമായ അഖലിയായ വുജൂബ്, അല്ലെങ്കിൽ അതായത് വുജൂബ്, ഇസ്തിഹാലത്ത്, ജായിസ്. ബുദ്ധി ഇന്ന കാര്യം ഇന്നതിനുണ്ട് എന്ന് വിധിക്കുന്നത് നിർബന്ധമായ നിലക്കായിരിക്കും. നമ്മളെ ഉദാഹരണം പറഞ്ഞു, രണ്ടും 4 എന്നുള്ളത് ബുദ്ധി നിർബന്ധമായും വിധിക്കുന്നതാണ്. അതെ, അതേ അവസരത്തിൽ 2 5 എന്ന് ബുദ്ധി അതുണ്ടാവാൻ പാടില്ല എന്നാണ് ബുദ്ധി വിധിക്കുന്നത് അല്ലേ? 2 5 എന്നുള്ളത് ബുദ്ധി വിധിക്കുന്നത് എങ്ങനെയാണ്? വുജൂബ് കൊണ്ടോ അല്ലെങ്കിൽ ഇസ്തിഹാലത്ത് കൊണ്ടോ? അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ബുദ്ധി വിധിക്കുന്നത് 2 5 ആവണം എന്നുള്ളതല്ല. 2 കൂട്ടിയാൽ അത് 4 ആവണം എന്നുള്ളതാണ് ബുദ്ധി വിധിക്കുന്നത്. അപ്പം 2 5 എന്നുള്ളത് അതിന് ബുദ്ധി വിധിക്കുന്നത് ഇസ്തിഹാലത്ത് ഉണ്ടാവാൻ പാടില്ല, അത് അങ്ങനെ ഒരിക്കലാവാൻ പാടില്ല എന്നാണ് അവിടെ വിധിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്, വാജിബ്, ഇസ്തിഹാലത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ജായിസാണ്. ജായിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉണ്ടാവലും നിർബന്ധമല്ല, ഇല്ലാതിരിക്കലും നിർബന്ധമല്ല. ഉണ്ടാവലും നിർബന്ധമില്ല, ഇല്ലാതിരിക്കലും നിർബന്ധമില്ലാത്തത്, അതാണ് ജായിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ പാഠം കഴിയുന്നതോടുകൂടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടും. അതായത്
ആ ചോദ്യത്തിന് മറുപടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ചോദ്യം ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ചോദ്യം ഞാനിപ്പോൾ പറയുന്നു, അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ക്ലാസിൻ്റെ അവസാനമാകുമ്പോഴേക്കും ലഭിച്ചിരിക്കണം. ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. ഒന്നുമില്ല, നമ്മുടെ ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ള വിഷയങ്ങളെ ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ലേ? എൻ്റെ ശബ്ദം, എൻ്റെ ശബ്ദം എല്ലാവരും കേൾക്കുന്നില്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? ഉള്ള ആളുകളൊക്കെ ഒന്ന്, എത്ര ആളുകളൊന്ന് ഉള്ളവരൊന്ന് കൈപൊക്കിയിട്ട് താഴ്ത്തുക. ഉള്ളവരൊന്ന് കൈപൊക്കിയതിന് ശേഷം, കേൾക്കുന്ന ആളുകളെല്ലാവരും കൈപൊക്കിയതിന് ശേഷം എന്താ മൊത്തത്തിൽ ആളുകൾ എത്ര ഉണ്ടെന്നുള്ളത് ഒന്ന് അറിയാനാണ് അത്. എല്ലാവരും കൈപൊക്കി. ഓക്കെ, ഇൻഷാ അല്ലാഹ് മതി. എല്ലാവരും കൈ താഴ്ത്തിക്കോളെ, കേട്ടാൽ മതി. എല്ലാവർക്കും കീബോർഡിലേക്ക് കൈ എത്തിക്കോണമെന്നില്ല. ഓക്കെ. പിന്നെ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടുണ്ടോ അല്ല എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിനെ കുറിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് കിട്ടും? ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വിജയം ലഭിക്കും. അല്ലെങ്കിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘത്തെ, അല്ലേ? അങ്ങനെയാണല്ലോ. രണ്ടാലൊന്ന് അള്ളാഹുവിന്റെ റസൂലിന് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. രണ്ടാലൊന്ന്, അല്ലേ? ഉറപ്പാണ്. അതായത് ബദർ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ഗനീമത്ത് മുതൽ കിട്ടും. അല്ലെങ്കിൽ കച്ചവട സംഘത്തെ അള്ളാഹു തആല നബിക്കും സഹാബത്തിനും അവരുടെ പിന്നെ സൗകര്യത്തിന് അള്ളാഹു തആല അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കും. കീശേരി കൈവക്കാൻ താഴ്ത്താൻ മറന്നു മൂപ്പർ പോയിട്ടുണ്ടായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ ക്യാമറ വെക്കാനുള്ള സൗകര്യത്തിനായിരിക്കും, അല്ലേ? ആയിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ശരിക്ക് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അബൂജഹൽ വീഴുന്ന സ്ഥലം കാണിച്ചു കൊടുത്തിട്ടില്ലേ? ബദർ യുദ്ധത്തിൽ അബൂജഹൽ വീഴുന്ന സ്ഥലം അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സഹാബത്തിന്. ഒരു ഹദീസ് ഞാൻ വായിക്കാം. എന്താ? ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, കാന യുരീന ഫഖാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിന്റെ തുടക്കം ഉണ്ട്, അത് ഞാൻ അപ്പോൾ ഒഴിവാക്കുകയാണ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. കാന യുരീന മസാരി അഹ്ലി ബദരിൻ ബില്ലംസ്, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ബദറിന്റെ അഹ്ലികൾ, പിന്നെ ബദറിൽ യുദ്ധം ചെയ്യാൻ വന്ന ആളുകൾ ചത്തു വീഴുന്ന സ്ഥലം കാണിച്ചു തന്നിരുന്നു. ബില്ലംസ്, ഇന്നലെ. യഖൂലു, റസൂൽ പറഞ്ഞിട്ട്, ഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ ഇൻഷാ അല്ലാഹ്, ഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ ഇൻഷാ അല്ലാഹ്, ഇത് ഇന്നാലിന്റെ വ്യക്തി വീഴുന്ന സ്ഥലമാണ്, വെട്ടേറ്റ് വീഴുന്ന സ്ഥലമാണ്, അവൻ ഒടുങ്ങുന്ന സ്ഥലമാണ്. അബൂജഹൽ വീഴുന്നതും ഉത്തുബത്ത് വീഴുന്നതും ഷൈബത്ത് വീഴുന്നതും അതുപോലെ തന്നെ അസ്വദ് തുടങ്ങിയതായിരിക്കുന്ന വലിയ വലിയ കൊലകൊമ്പന്മാർ, കൊടപ്പനകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ഖുറൈശികളുടെ കൊടപ്പനകൾ മറിഞ്ഞു വീഴുന്ന സ്ഥലം ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഖാല ഉമർ വല്ലദീ ബഅസഹു ബിൽ ഹഖി ബഅഖ്തഉൽ ഹുദൂദ് അല്ലതി ഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാണിച്ചു തന്നതായിരിക്കുന്ന ആ സ്ഥലം അവർ ഇഞ്ചു പോലും വ്യാച്ചിട്ടില്ല. കണ്ടോ? മഅഖ്തഉൽ ഹുദൂദ് അല്ലതി ഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഇന്ന സ്ഥലത്ത് വീഴുമെന്ന് നിശ്ചയിച്ച് കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് നിന്ന് അളവ് പോലും അവർ വ്യതിചലിച്ചിട്ടില്ല. കറക്റ്റ് സ്ഥലത്താണ് ഓരോരുത്തരും കെട്ടിമറിഞ്ഞു വീണത്. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണിത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ അദൃശ്യം അറിയില്ല എന്ന് പറയുന്ന ആളുകൾക്കും എല്ലാം ഇതിന് ശക്തമായ മറുപടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണ്? അള്ളാഹു താല അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ പ്രവാചകൻ തന്നെയല്ലേ അന്ന് രാത്രിയായപ്പോൾ ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി മുതൽ നേരം വെളുക്കുന്നത് വരെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? വളരെയധികം പ്രയാസത്തോടെ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. അൻ ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യൗമ ബദരിൻ നദറ ഇലൽ മുശ്രിക്കീന വഹും അൽഫ്, അല്ലേ? 1000 വരുന്ന മുശ്രിക്കീങ്ങളുടെ സൈന്യത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫസ്തഖ്ബൽ ഖിബ്ലത സുമ്മ മദ്ദ യദഹി, അല്ലാഹുവിലേക്ക് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അല്ലാഹു അവരെ രണ്ട് കൈകളും നീട്ടി ഫജഅല യഹ്തിഫു ബിറബ്ബിഹി, ഉണ്ടോ? അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ അത്നി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹി ലിസാബത മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദു ഫിൽ അർള്. റഹ്മാനായ നാഥാ, നീ എനിക്ക് വാഗ്ദത്തം ചെയ്തത് നീ എനിക്ക് പൂർത്തീകരിച്ചു തരണമേ. എന്താ വാഗ്ദത്തം ചെയ്തത്? ഒന്നുകിൽ 2-1 എന്നുള്ളതാണ്. അതായത് ഇവിടെ വിജയിക്കുമെന്നുള്ളത് തന്നെ, മനസ്സിലായില്ലേ? യുദ്ധം വിജയിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന് എന്തോ ഒരു ഭയം. ആ ഭയം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിന് മറുപടിയാണ് ഇന്നത്തെ അക്കീദയുടെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തതാണ്, യാതൊരു സംശയം അല്ലാഹു തആല വാഗ്ദത്തം ലംഘിക്കില്ല, സംഗതി ശരി തന്നെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നേരെ വിളിക്കും, അല്ലാഹു അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹു അത്നി മാ വഅദ്തനി, പടച്ചവനെ നീ എനിക്ക് വാഗ്ദത്തം ചെയ്തത് നീ കൊണ്ടുവരണേ, നീ അതിന് പൂർത്തീകരിക്കണമേ. പറയേണ്ട ആവശ്യമുണ്ട്? അല്ലാഹു തആല പറഞ്ഞതല്ലേ. നമ്മുടെ റസൂലുള്ളാഹി അവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നാ പോരെ? സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷപൂർത്തോടെ അവിടെ ഇരുന്നാ പോരെ?
ഇല്ല അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ തുടങ്ങി. എത്രത്തോളം? ഫമാസാല യഹ്തിഫു ബിറബ്ബിഹി മാദ്ദൻ യദൈഹി ഫമുസ്തഖ്ബിലൽ ഖിബ്ലത്തി, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ഇരുന്നുകൊണ്ടേയിരുന്നു. ഹത്താ സഖത റിദാഹു മങ്കിബൈഹി, അവിടുത്തെ ശരീരത്തിൽ ഇട്ടിരുന്ന ആ പുതപ്പ് അല്ലെങ്കിൽ ആ മേൽവസ്ത്രം താഴെ വീണുപോയി. ഫഅതാഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, മഹാനായിരിക്കുന്ന സദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ഫഅൽഖാഹു അലാ മങ്കിബൈഹി, നിലത്ത് വീണതായിരിക്കുന്ന മേൽത്തട്ടം എടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ തോളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വഖാല യാ നബിയല്ലാഹ് കഫാക മുനാശദതുക റബ്ബക. നബിയെ, അള്ളാഹു താല നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അത് പൂർത്തീകരിച്ച് തരും. അള്ളാഹു താല നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിച്ച് തരും, വിഷമിക്കേണ്ട. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. സംശയം ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം തേടുന്നു, റബ്ബിനോട് സഹായം തേടി, അങ്ങനെ അള്ളാഹു താല നിങ്ങൾക്ക് മറുപടി തന്ന് അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 1000 മലക്കുകളെ കൊണ്ട് സഹായിക്കും. അപ്പോൾ വിഷയം മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു താല ഉറപ്പ് കൊടുത്തിട്ടില്ലേ? വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്ത് വിജയം? ഇതിൽ വിജയിക്കുമെന്നുള്ളത് അള്ളാഹു താല അത് വിജയിക്കുമെന്നുള്ളത് ഉറപ്പ് കൊടുത്ത കാര്യമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ മറ്റൊരു വിഭാഗത്തിൽ കാണാം, രാത്രി മുതൽ നേരം വെളുക്കോളം എന്ന് പറയണം ദുആയിൽ തന്നെ ആയിരുന്നു എന്നുള്ള, മനസ്സിലായില്ലേ? അവിടെ എന്തത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ, നബി തങ്ങൾക്ക് അള്ളാഹുവിനെ അറിയുന്നത് പോലെ അത്ര തന്നെ ആർക്ക് അറിയാൻ സാധിക്കൂല, സിദ്ദീഖീങ്ങൾക്ക് അറിയാൻ സാധിക്കൂല. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞല്ലോ, എന്താണ് നബി അങ്ങനെ വിഷമിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് അള്ളാഹു പൂർത്തീകരിക്കും, സംശയമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഇതാര് ചോദിച്ചു? സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു. പ്രവാചകന്മാർ, നബിമാർ, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇജ്മഅനാ ജന്നത്തി മഅൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ. നമ്മൾ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇതേ ക്ലാസ് തന്നെ. നബിമാർക്ക് അള്ളാഹുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? നബിമാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവർ അള്ളാഹുവിനെ കൂടുതൽ അടുത്തവരാണ്. അത്ര തന്നെ എന്തെല്ലാം അടുപ്പുണ്ടാവില്ലല്ലോ സിദ്ദീഖീങ്ങൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു ലോകത്തുള്ളത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പോൾ നബിക്ക് ഇങ്ങനെ ഉറപ്പ് കൊടുത്ത സംഭവത്തിൽ പോലും നബി എന്താണ് വിഷമിച്ചത്? അതുപോലെ വേറെ ഒരുപാട് സംഭവങ്ങൾ കാണാം, അല്ലേ? വേറെ ഒരുപാട് സംഭവങ്ങൾ കാണാം. പിന്നെ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയാൽ, ആകാശത്ത് വാനത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്, അല്ലേ? ഇപ്പോഴും കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലുള്ള മാതിരിയല്ല. ഗൾഫിലൊക്കെ അറബികളൊക്കെ തന്നെ അവരുടെ സ്വഭാവം എന്താണ്? അല്പം മഴക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാണ്. ഒരു മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്, അല്ലേ? അങ്ങനെ കണ്ടിട്ടില്ല എല്ലാവരും? അനുഭവമുള്ളവരുണ്ടാവും, നിരവധി ആളുകളുണ്ടാവും, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. നമുക്കും തന്നെ അങ്ങനെയാണ്. ഗൾഫിൽ വന്നിട്ട് നമുക്ക് മഴ കാണാത്ത നമുക്ക് പോലും ഒരു നല്ലൊരു മഴ ലഭിക്കുമെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാലത്ത് തന്നെ ഇങ്ങനെ മഴക്കാർ ലഭിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അള്ളാഹുവിന്റെ റസൂല് ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ വളരെ മുഖമുഖ വിവരണമായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടെ നടക്കാൻ തുടങ്ങി. നല്ല മഴ ലഭിക്കാൻ വേണ്ടി മേഘം ഇങ്ങനെ ഇരുണ്ടു കൂടിയപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഒരു പരിപാലിപ്പ്, എന്താ ഒരു വിഷമം, പ്രയാസം, ഒരു ഭയം. എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി എല്ലാവരും സന്തോഷിക്കരുത്, അവിടെ നിന്ന് എന്താണ് ഒരു പ്രയാസം അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞങ്ങൾ ദർശിക്കുന്നല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഭയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ അതിന്റെ മറുപടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കിട്ടണം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ട്? ഔലിയാക്കളെ കുറിച്ച് കൊണ്ട് അവരൊക്കെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിലായത്തിന്റെ മർത്തബയിൽ എത്തിയതായിരിക്കുന്ന ബൽആം ഇബ്നു ബൗറക്ക് എന്ത് സംഭവിച്ചു? ബൽആം ഇബ്നു ബൗറ എന്ത് സംഭവിച്ചു? ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു തആല ആ വ്യക്തി കൊടുത്തിരുന്ന അറിവുകളൊക്കെ അള്ളാഹു തആല വലിച്ചെടുത്ത് അങ്ങനെ വിലായത്തിന്റെ പദവി നാളെ അള്ളാഹു തആല ഒഴിവാക്കുകയും ചെയ്തു, മനസ്സിലായില്ലേ? സംഭവം ബൽആം ഇബ്നു ബൗറ സംഭവം നമുക്ക് പ്രസിദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാലോ, അതാണ്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞ്, ഞാൻ സ്വർഗത്തിലെത്തി, എൻ്റെ ഒരു കാല് സ്വർഗത്തിലും ഒരു കാല് സ്വർഗത്തിന് പുറത്തുമാണെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ 2 പാദങ്ങളും എൻ്റെ 2 കാലുകളും സ്വർഗത്തിലെത്തിയാലല്ലാതെ കണ്ട് എനിക്ക് വിശ്വാസയോഗ്യമല്ല. അള്ളാഹുവിന്റെ മക്രിനെ അത് വരില്ല എന്ന് വിശ്വസിക്കുന്നത് ആര്? പരാജയപ്പെട്ടാൽ അക്രമികളായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു താലാന്റെ മക്രിന് അവർ വിശ്വാസമാവുകയുള്ളൂ. അള്ളാഹു താല അവന്റെ എന്ത് ചെയ്യാം? അള്ളാഹു താലാക്ക് ജായിസായ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ ചോദ്യത്തിനൊക്കെ ബദർ ദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പിനെ വാദ ചെയ്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ദുആ ചെയ്തു? സിദ്ദീഖ് റളിയല്ലാഹു തആല ഇങ്ങനെ പറയാൻ കാരണം എന്താ? 2 കാലം സ്വർഗ്ഗത്തിലെത്തിയാലല്ലാതെ കണ്ട് ഞാനത് വിശ്വസിക്കൂല, എനിക്ക് സമാധാനം വരില്ല എന്ന് പറഞ്ഞത്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാ, അല്ലെ? പല ആളുകളും അശറത്തുൽ മുബശ്ശിരീങ്ങളൊക്കെ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. സ്വർഗ്ഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയടിക്ക് ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് പേരെടുത്ത് പറഞ്ഞവരാണ് അശറത്തുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞത്. അല്ലാത്ത ഒരുപാട് ആളുകൾ അല്ലാഹു തആല സ്വർഗ്ഗം സന്തോഷം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അശറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് 10 പേർ ഒന്നിച്ച് പറഞ്ഞതുകൊണ്ടാണ് അശറത്തുൽ മുബശ്ശിരീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ആളുകൾക്കും അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് എത്ര പ്രയാസത്തോടെയാണ് ജീവിച്ചതില്ലേ?
അള്ളാഹുവിനെ കുറിച്ച് ഭയം അവർക്കുണ്ടായിരുന്നു. അവർക്ക് എന്താ ഹാപ്പിയാ നടന്നാൽ പോരെ, അള്ളാഹു തആല സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ലംഘിക്കൂല. പക്ഷേ അവർക്കൊരു ഖൗഫ് ഉണ്ടായിരുന്നു. എന്തോ ഒരു സത്യവിശ്വാസി എങ്ങനെയായിരിക്കും ജീവിക്കേണ്ടത്, എന്തിനിടയിലാണ് അയാളുടെ മനസ്സുണ്ടാവേണ്ടത്? ബൈനൽ ഖൗഫി വ റജായി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന റജാ, എപ്പോഴും നല്ല പ്രതീക്ഷ. അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷ വെക്കണം. അതേ അവസ്ഥ പ്രതീക്ഷ കവിഞ്ഞു പോയിട്ട് എവിടേക്ക് എത്തരുത്, വല്ലാതെ അമിത പ്രതീക്ഷയിലേക്ക് എത്തിയിട്ട് നമ്മുടെ അമല് നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. കാരണം എന്തുകൊണ്ട് അവിടെ നമുക്ക് ഖൗഫും വേണം. എന്തിനാണ് ഖൗഫ്? അപ്പോൾ ഒരു സത്യവിശ്വാസി ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലാണ് അവൻ ഉണ്ടാവേണ്ടത്. പേടിയും വേണം, നല്ല പ്രതീക്ഷയും വേണം. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ പിന്നെ അദാബിൽ നിന്നുള്ളായിരിക്കുന്ന ഭയവും ശിക്ഷയിൽ നിന്നുള്ള ഭയവും കൂടി ഈ രണ്ടിന്റെ ഇടയിലായിരിക്കുന്നു. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ, ഒരു ചിറകിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷിക്ക് പറക്കാൻ സാധ്യമല്ല. ഇതുപോലെ ഒരു സത്യവിശ്വാസിക്ക് എപ്പോഴും ഖൗഫ് റജാ എന്ന് പറയുന്ന ആ രണ്ട് ചിറകൾ ഒരേ തുല്യ അളവിൽ ഇങ്ങനെ അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ പിന്നെ പക്ഷിക്ക് പറക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് പോലെ തന്നെ സത്യവിശ്വാസിക്ക് അവന്റെ ഈമാൻ നിലനിർത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവന് വഴിവെച്ച് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുഫറിലേക്ക് എത്തിപ്പോകും, ചിലപ്പോൾ അതുപോലെ തന്നെ അതുപോലെ അല്ലെങ്കിൽ ഷിർക്കിലേക്ക് എത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഭയപ്പെട്ടു? ബദർ ദിനത്തിൽ നേരം വെളുക്കുവോളം അള്ളാഹുവിന് ദുആ ചെയ്തുകൊണ്ട് അവിടുന്ന് തന്റെ മേൽത്തട്ടം വീണ് പോകുന്ന രീതിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്തുകൊണ്ട്? അള്ളാഹുവിനൊരു സിഫത്തുണ്ട്. എന്താണ് ആ സിഫത്ത്? അള്ളാഹു തആലാക്ക് ഒരു സിഫത്ത്, ജായിസ ഒരു സിഫത്തുണ്ട്. എന്താ ജായിസ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അള്ളാഹു തആലാക്ക് അത് പിന്നെ ഒരു കാര്യം ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അള്ളാഹുവിന് ഒരു കാര്യം ചെയ്യൽ നിർബന്ധമില്ല, ഒരു കാര്യവും ചെയ്യല് നിർബന്ധമില്ല. അപ്പൊ എന്താണ്? എല്ലാ ആളുകളും മഴ വരുന്ന സന്ദർഭത്തിൽ സന്തോഷിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വിഷമം, പ്രയാസം അവിടുത്തെ മുഖത്തുണ്ടാവാൻ കാരണം ഈ മഴക്കാറ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ മഴ തന്നെ ആയിക്കോണമെന്നില്ല. മുൻകാലത്തുള്ള ഒരു ജനവിഭാഗത്തിന് മഴ വന്നത് എങ്ങനെയായിരുന്നു? മേഘം വന്നത്, അവർക്ക് മേഘം വന്നത് അവരുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. അവർ പറഞ്ഞ നല്ല മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മേഘം കണ്ടപ്പോഴേ, പക്ഷെ അത് അവർക്ക് ആ മേഘത്തിലൂടെ അവർക്ക് അദാബായിരുന്നു വന്നിരുന്നത്. അപ്പൊ അള്ളാഹു തആലാക്ക് ഒരു കാര്യത്തെ അദാബാക്കുകയും ചെയ്യാം, അവന് പിന്നെ അതുപോലെ തന്നെ അനുഗ്രഹമാക്കുകയും ചെയ്യാം, നിഅമത്തുമാക്കാം, നിഖ്മത്തുമാക്കാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു കാര്യത്തിൽ നാം അമിതമായ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കരുത്. അള്ളാഹു തആലാന്റെ ജായിസ് നമ്മൾ പോയും അവർക്ക് ജായിസ് ആയിരിക്കുന്ന കാര്യം പോയി നമ്മൾ ഓർമ്മയിൽ വേണം. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ജായിസ് ആ കാര്യത്തിലേക്ക് അവിടെ നിന്ന് നോക്കുകയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ജായിസ് ആയത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം ചെയ്യൽ നിർബന്ധമില്ല അല്ലേ? അള്ളാഹു തആലക്ക് ഒരു കാര്യം ചെയ്യൽ നിർബന്ധമില്ല, അവന് ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എപ്പോഴും മനുഷ്യനെ പോകണം, റജാവ് വേണം, അതേ അവസരത്തിൽ ഖൗഫും വേണം. അള്ളാഹു തആല അവന് ചെയ്യാതിരിക്കാൻ അവർക്ക് അതിന് അനുവദനീയമാണല്ലോ. അഖലിയാ ജായിസ്, ബുദ്ധിപരമായി നോക്കുമ്പോൾ അള്ളാഹു തആലക്ക് എന്ത് ചെയ്യാം? ശറഅ് അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടാവും, യാതൊരു സംശയമില്ല. വാഗ്ദത്തം ചെയ്താൽ ഉണ്ടാവില്ലെന്ന് ചോദിക്കേണ്ട, ഉണ്ടാകും. അത് ശറഅൻ നിൽക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷെ അള്ളാഹു തആല അഖലൻ നിൽക്കുന്നതാണ്, അള്ളാഹുവിന് ആ കാര്യം ചെയ്യാൻ നിർബന്ധമില്ല, അള്ളാഹു ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിനക്ക് ജായിസ് ആണല്ലോ. നമ്മുടെ അക്കലിനൊക്കെ നമുക്ക് ചിന്തിച്ചു അള്ളാഹു തആലക്ക് എന്ത് ചെയ്യാം? അത് നിറവേറ്റിക്കൊള്ളണമെന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ്. ഒരുപാട് അതുപോലെ അവർക്കൊക്കെ വളരെ ഭയമായിരുന്നു അള്ളാഹുവിനെ കുറിച്ച്, ആഖിബത്തിനെ കുറിച്ചൊക്കെ വളരെയധികം പേടിച്ചിരുന്നു. കാരണം എന്തുകൊണ്ട്? അള്ളാഹു തആലക്ക് ജായിസ് ആയ കാര്യം ഉണ്ടല്ലോ അവിടെ. അള്ളാഹു തആലക്ക് ബുദ്ധിപരമായി നിൽക്കുക ജായിസ് ആയ കാര്യം അള്ളാഹു തആല അതൊന്നും ചെയ്തോണമെന്നില്ല. നമ്മളെ സ്വർഗ്ഗത്തിൽ കടത്താമെങ്കിൽ നമ്മൾ നരകത്തിൽ കടക്കാൻ സാധ്യത അള്ളാഹു തആലക്ക് അതും കഴിയുമല്ലോ. ജായിസ് ആയ കാര്യം അള്ളാഹു തആലക്ക് ഉണ്ടല്ലോ. അതാണ് അതിനെക്കുറിച്ചുള്ള വിശദമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم اغفر لنا وارحمنا ولوالدنا ولأساتذتنا وللمصنف في هذا الكتاب ولسائر المصنفين المسلمين. وقوله الجائز കേട്ടോളി കിതാബ്. وقوله الجائز ما يصح في العقل وجوده وعدمه. നമ്മൾ പറഞ്ഞു അക്കലെ നിൽക്ക് വാജിബായത് പറഞ്ഞു. എന്താണ് അക്കലെ നിൽക്ക് വാജിബാത്? അത് ഉണ്ടാവാതിരിക്കാൻ പാടില്ല, ഉണ്ടായാൽ തീരും. അക്കലെ നിൽക്ക് മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തത്. ജായിസ് എന്ന് പറഞ്ഞാലോ അത് എന്നാൽ ഉണ്ടാവുന്നതിനും കുഴപ്പമില്ല, ഇല്ലാതിരിക്കുന്നതിനും കുഴപ്പമില്ല. കേട്ടില്ലേ? അള്ളാഹു തആല എന്നല്ല, ജായിസിന് മൊത്തം അതിന് നിർവചനം പറയാം. ജായിസ് എന്ന് പറയും മാ യസിഹു ഫിൽ അഖ്ലി, ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ ജായിസ്. മാ യസിഹു എന്ന് പറഞ്ഞാൽ ഇവിടെ യജൂസ് എന്നർത്ഥം, ജായിസോ അനുവദനീയമാകും. മാ യസിഹു ഫിൽ അഖ്ലി വുജൂദുഹു വഅദമുഹു, അത് ഉണ്ടാവലും ഇല്ലാതിരിക്കലും ഒരുപോലെ അനുവദനീയമാണ്. അതാ വിഷയം. യാനി അയ്ളൻ അഥവാ മുസന്നിഫ് ഉദ്ദേശിക്കുന്ന അയ്ളൻ വീണ്ടും ഇമ്മാ ദറൂറത്തൻ വഇമ്മാ ബഅദ സബ്ഖിൻ നദരി, ചിന്തിക്കൽ കൂടാതെ തന്നെ ഉടനറിവായ നിലക്ക് അതുണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം എന്ന് ബുദ്ധിയോടെ പറയും. അല്ലെങ്കിൽ ചിന്തിച്ചതിന് ശേഷം ബുദ്ധി പറയും അത് ഉണ്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവാതിരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. എന്താ ഇപ്പം ഇതിന് മാനദണ്ഡം? ഞാൻ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് നല്ല ശ്രദ്ധിക്കണം. ഒരു കാര്യം വാജിബാണെന്ന് പറയണമെങ്കിൽ, ഒരു കാര്യം മുസ്തഹിലാണെന്ന് നിർബന്ധമാണെന്നോ അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാന്ന് പറഞ്ഞ മാനദണ്ഡങ്ങൾ നാം ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. നാം ഒരു കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ബുദ്ധി പറയുന്നുണ്ട് അത് ഉണ്ടായേ തീരൂ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വാജിബ് എന്ന് പറയും. ഇനി ബുദ്ധി പറയുന്നത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ബുദ്ധി പറയുന്നതെങ്കിൽ 4 4 5 എന്ന് പറയുന്നത് പോലെ മനസ്സിലായെങ്കിൽ ബുദ്ധി പറയുന്നത് എന്താണ്? 4 4 അല്ല 2 2 5 എന്ന് പറയുന്നത് പോലെ ബുദ്ധി പറയുന്നത് അത് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല എന്നാണെങ്കിൽ അതിന് നമ്മൾ മുസ്തഹിൽ എന്ന് പറയും. ഇനി ബുദ്ധി നോക്കുകയാണ്, ബുദ്ധി പറയുന്നത് എന്താണ്? അത് ഉണ്ടാവും ചെയ്യാം, അത് ഉണ്ടാവുന്നതിന് ബുദ്ധിക്ക് ഒരു തയ്യാറാവുന്നില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആവാം. ഇനിയിപ്പോൾ ഉണ്ടാവാതിരിക്കും ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞില്ല എന്തൊരു ഉദാഹരണം അല്ലേ? ജായിസ് നമ്മൾ നാടൻ ഉദാഹരണം പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ?
എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നാടൻ ഉദാഹരണം ജായിസ് എന്നുള്ളതിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു നമ്മൾ ജായിസിന്റെ ഒരു നാടൻ ഉദാഹരണം പറഞ്ഞിരുന്നത്? അതെ, മഴ. ജായിസ് എന്ന് പറഞ്ഞാൽ മഴ എന്നുള്ളതായിരുന്നു. മനസ്സിലായില്ലേ? മഴ, അതായത് കാലാവസ്ഥ നിരീക്ഷകന്മാരുടെ പ്രവചനങ്ങൾ. അവരെന്താ പ്രവചിക്കുന്നത്? നാളെ വൈകുന്നേരം തലസ്ഥാനത്ത് ഇത്ര സെന്റിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ അർത്ഥം എന്താണ്? എന്തായാലും പെയ്യുന്നുള്ളതല്ലോ, സാധ്യത ചിലപ്പോൾ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. അപ്പൊ അതിനാണ് എന്ത് ജായിസ് എന്ന് പറയുന്നത്. ബുദ്ധിപരമായിട്ട് എന്താ, നാളെ മഴ പെയ്യും ചെയ്യാം. പെയ്ത രാജ്യത്ത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നാളെ ഇവർ പറഞ്ഞതുപോലെ മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ? ഒരു അസംഭവ്യം എന്തെങ്കിലും ഉണ്ടാവോ? അതൊന്നുമില്ല. അപ്പം ജായിസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി അത് ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം എന്ന് വിധിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്. അതാണ് ഇവിടെ വിഷയം. അൽ ജായിസു മാ യസ്ഹു ഫിൽ അഖ്ലി വുജൂദുഹു, ബുദ്ധിയിൽ അത് സഹിയാകും, വുജൂദ് ഉണ്ടാവലും, അതുമോ അതിന്റെ അതുമും സഹിയാകും. യാനി അഥവാ അതെങ്ങനെ അത് മനസ്സിലാക്കൽ എന്തായിരിക്കും? അത് മനസ്സിലാവൽ എങ്ങനെയായിരിക്കും? പെട്ടെന്നായിരിക്കും, ഉടനറിവായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അല്പം ചിന്തിച്ചതിന് ശേഷമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഒരു കാര്യം ജായിസ് ആണെന്ന് നമുക്ക് ഒരു മാനദണ്ഡമുണ്ട്, ഒരു റാബിത്ത്. ഒരു സംഗതി ജായിസ് ആണോ അല്ലേ? അത് എല്ലാ വിഷയത്തിലേക്ക് നമുക്ക് ഓടിക്കാം. നമ്മളൊന്ന് അല്പം അങ്ങോട്ട് ചിന്തിച്ചാൽ മതി, പുറത്തേക്കും ചിന്തിച്ചാൽ മതി. ഒരു സംഗതി വാജിബായപ്പോഴാണ് അത് എന്തായാലും ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് അത് വാജിബായി, ഉണ്ടാകാൻ പാടില്ല എന്നാണെങ്കിൽ മുസ്തഹിലായി, ഉണ്ടാവും ചെയ്യാൻ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ ജായിസുമായി. അപ്പൊ ഇത് മൂന്നെന്താകും? പെട്ടെന്ന് പിടുത്തം കിട്ടുന്ന ജായിസ് ആകാം, അല്ലെങ്കിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം പിടുത്തം കിട്ടുന്ന ജായിസ് ആകാം. അതാണ് മുസ്ലിം ഇമ്മാ ദറൂറത്തൻ, ചിന്തയോ ആലോചനയോ കൂടാതെ ഉടനറിവായി ലഭിക്കുന്നതാകും. വൈമാ ബഅദ സബ്ഖിൻ നദരി, അല്ലെങ്കിൽ ഒരു ചിന്ത മുൻകടന്നതിന് ശേഷമായിരിക്കും. ഫമിസാലുൽ അവ്വലി, ഒന്നാമത്തെ ഉദാഹരണം, ഇത്തിസാഫിൽ ജിർമി ബിഖുസൂസിൽ ഹർക്കത്തി, ഒരു വസ്തു എന്തായിരിക്കുക? അത് അനങ്ങുന്നതാണ് എന്ന് നമ്മൾ പറയാം. ഒരു വസ്തു എന്താകുന്നു? വസ്തു അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തിസാഫുൽ ജിർമി ബിഖുസൂസിൽ ഹർക്കത്തി മസലൻ ഫൈനൽ അക്കര ബുദ്ധി യുദിരിക്കു, ബുദ്ധി എത്തിക്കും, ഇബ്തിദാൻ തുടക്കത്തിൽ തന്നെ, പ്രഥമ ചിന്തയിൽ തന്നെ, സിഹത്ത് വുജൂദിഹ ലിൽ ജിർമി, ഒരു വസ്തു അനങ്ങുന്നതായിരിക്കുക എന്നുള്ളത് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ്? എന്റെ കയ്യിലുള്ളായിരിക്കുന്ന പേന അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേന അനങ്ങിക്കൊണ്ടിരിക്കുന്നതിന് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തില്ല? ബുദ്ധി എന്താ? പേന അനങ്ങും ചെയ്യാം, അനങ്ങാതിരിക്കും ചെയ്യാം. അങ്ങനെ ഒരു വിഷയമുള്ള കാര്യമല്ല. അനങ്ങുന്നത് കൊണ്ട് ഇതിനാലൊന്നും ഒരു അസംഭവം ഉണ്ടാവില്ല എന്ന് ബുദ്ധിക്ക് അറിയാം. അനങ്ങുന്നത് കൊണ്ടും ഉണ്ടാവില്ല, അനങ്ങാതിരിക്കുന്നത് കൊണ്ടും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ആ കാര്യം? എന്താണ്? അത് വളരെ വ്യക്തമാണ്. എന്റെ കമ്പ്യൂട്ടർ ഇപ്പോൾ, എന്റെ സ്ക്രീൻ എന്താകുന്നുണ്ട്? സ്ക്രീൻ ഇപ്പോൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ എന്താണ്? സ്ക്രീന് എന്റെ മുമ്പിലുള്ളതായിരിക്കുന്ന നമ്മുടെ ബൈലക്സ് ക്ലാസ് റൂമിന്റെ മെസ്സഞ്ചറിന്റെ സ്ക്രീന്, നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ് ലൈവ് ചർച്ച എന്ന റൂമിന്റെ സ്ക്രീന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബുദ്ധിക്ക് എന്തില്ല, അത് കുഴപ്പമില്ല, അനങ്ങാം. അത് ബുദ്ധി എന്ത് ചെയ്യാം? അനങ്ങാതിരിക്കുകയും ചെയ്യാം. ബുദ്ധിക്ക് അതിനോട് കുഴപ്പമില്ല. അനങ്ങുന്നത് കൊണ്ട് ബുദ്ധിക്ക് ഒരു പ്രശ്നം വരുന്നില്ല, അനങ്ങാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. അതിനേക്കാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാണ് കാര്യം നമുക്ക് അല്ലേ? അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ചില കാര്യമുണ്ട്, അത് അങ്ങനെയാണോ എന്നുള്ളത് ജായിസ് ആണെന്ന് പറഞ്ഞാലും അത് നമുക്ക് അല്പം ആലോചിക്കേണ്ടി വരും. സംഗതി മനസ്സിലാണെങ്കിൽ അങ്ങനെ ഒന്നും വരാണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾക്ക് ഇബ്തിദാ നിലക്ക്, തുടക്കത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, ദറൂറത്ത് നിലക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് എന്ന് പറയുന്നത്. സിഹത്ത അദ്മിഹാലുഹു, ഇത് ഒരു വസ്തു അനങ്ങുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അനങ്ങാതിരിക്കുന്നുണ്ട് എന്നുള്ളതും ബുദ്ധി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധിക്ക് അതിലൊരു അസംഭവ്യത, ഒരു അസ്വാഭാവികത അതിൽ ദർശിക്കാൻ സാധ്യമാകാത്തത്. ഇതാണ് ഒരു വകുപ്പ്, ഒരു കിസ്മ. മനസ്സിലായില്ലേ? രണ്ടാമത് വമിസാലുസാനി, ഈ രണ്ടാമതാ ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഉദാഹരണം ഓർമ്മ നിങ്ങൾക്ക്? ഇന്നലെ മനാന്നൊക്കെ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ട്. അല്പം ചിന്തിച്ചാൽ മാത്രമേ അതുണ്ടാവാൻ പറ്റുമെന്നുള്ളൂ എന്ന്. എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമുക്ക് ഈ ഉദാഹരണം പറയുന്ന ചില ഉദാഹരണം നമുക്ക് ഓർമ്മ ഉണ്ടായാൽ അതിന്റെ പിന്നിലൂടെ നമുക്ക് ആ വിഷയം നമ്മുടെ മനസ്സിലിരിക്കും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അല്പം ചിന്തിച്ചാൽ മാത്രമേ അത് ഉണ്ടാവാമെന്ന് നമ്മുടെ ബുദ്ധി സമ്മതിക്കുള്ളൂ. എന്തായിരുന്നത്? അതല്ല, നമ്മുടെ ഇവിടെ ഹുക്കുമിന്റെ വിധിയല്ല വെക്കുന്നത്. ജായിസ് തന്നെ, ഒരു ജായിസ് ആ കാര്യം അല്പം ചിന്തിച്ചാൽ മാത്രമേ അത് 1 എന്നുള്ളത് 12 എന്നുള്ള അത് ഇതിൽപ്പെട്ടതല്ല. അത് അഖലിയായ വുജൂബാണ്. അത് അഖലിയ വുജൂബിനെ കുറിച്ചാണ് പറഞ്ഞത്. നിർബന്ധമുള്ളതാ അല്ലേ? 1 എന്നുള്ളത് 12ന്റെ 6 അത് മുസ്തഹിലുള്ളത്. 1 എന്നുള്ളത് 12ന്റെ 6 ഒന്നാണെന്നുള്ളത് ഉണ്ടാവാൻ പാടില്ലാത്ത നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച ജായിസിനെ കുറിച്ചാണ്. ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. അപ്പൊ അവിടെ ആ കണക്കൊന്നും ഇവിടെ പറയാൻ പറ്റൂല. 2 എന്നുള്ളത് 2 കൂട്ടിയാൽ 4 ആവുകയും ചെയ്യാം, 4 ആവാതിരിക്കും ചെയ്യാൻ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? 4 ആവുകയും ചെയ്യാം, 4 ആവാതിരിക്കും ചെയ്യാൻ പറയാൻ പറ്റുമോ? 2 കൂട്ടിയാൽ പറ്റുമോ? സലീം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പാടില്ല. 2 എന്നുള്ളത് 4 ആവുകയും ചെയ്യാം, 4 ആവാതിരിക്കും, അത് പറ്റൂല. 4 ആവുക തന്നെ വേണം. അതിനാണ് വുജൂബ് എന്ന് പറയുന്നത്. അതേവസ്ഥ 2 5 എന്നുള്ളത് 5 ആവുകയും ചെയ്യാം, ആവാതിരിക്കാൻ തരാൻ പറ്റുമോ? പറ്റൂല. ആവാതിരിക്കുക തന്നെ വേണം. മരിച്ചതിന് ശേഷം ജീവിതം, അതൊക്കെ ആദിയാ ഹുക്കുമ. അത് നമ്മുടെ ചർച്ചയല്ല, അതൊക്കെ ആദിയാ ഹുക്കുമ. ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞിരുന്നു. എന്താ? മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ ഓർക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? അതെ. ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത് ആഗ്രഹിക്കുമോ ഇല്ലയോ? സാധാരണഗതിയിൽ മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കുമോ ഇല്ലയോ? ആഗ്രഹിക്കുമോ ഇല്ലയോ? ഇല്ല.
മരണത്തെ ആഗ്രഹിക്കൂല. കാരണം എന്തുകൊണ്ട്? ജീവിതത്തിന്റെ മധുരം നുകർന്നവരാണ് നമ്മളെല്ലാം. ജീവിതത്തിന്റെ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മരണത്തെ കൊതിക്കാൻ ആഗ്രഹമില്ല. എന്നാൽ അല്പം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അല്പം ചിന്തിച്ചാൽ നിങ്ങൾ എവിടേക്ക് എത്തും? ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു? അങ്ങനെ ആഗ്രഹിക്കൂല. കാരണം ജീവിതത്തിന്റെ രസം മനസ്സിലാക്കി കഴിഞ്ഞവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തെ ആഗ്രഹിക്കുക എന്നുള്ളത്, മരണത്തെ കൊതിക്കാൻ പാടില്ല എന്നുള്ളത് ഹുക്കുമല്ല പറയുന്നത്. നമ്മളിവിടെ ബുദ്ധിയുടെ ആക്കലിന്റെ വിദ്യ പറയുന്നത്. അപ്പം പിന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ആരും പറയാൻ തന്നെയാണ്. ഏത് മനുഷ്യനെ എങ്ങനെ തന്നെ പറയാ എനിക്ക് മരിക്കാൻ പോകുന്നു ചോദിച്ചാൽ എനിക്ക് മരിക്കാൻ പോകുന്നില്ല, പടച്ചവനെ ആയുസ് കിട്ടണേ, ഇതല്ലേ നമ്മൾ ധാരിക്കുക. എന്തിനാ നമ്മൾ ആയുസ് കിട്ടാൻ പറയുന്നത്? പെട്ടെന്ന് മരിപ്പിക്കല്ല, കുറച്ചും കൂടി ജീവിക്കണം അല്ലേ? കുറച്ചും കൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ അമാറന എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. നമ്മൾ ജീവിക്കുന്ന അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൂടി കുറച്ചും കൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ, മരിക്കണം എന്നുള്ള ആഗ്രഹമല്ല. അപ്പൊ സ്വാഭാവികമായ നിലക്ക് പെട്ടെന്നുള്ള മറുപടി എന്താണ്? പെട്ടെന്നുള്ള മറുപടി ഒരാൾക്ക് അങ്ങനെ ഒരു മനുഷ്യൻ സ്വാഭാവികമായ രീതിയിൽ മരണത്തെ ആഗ്രഹിക്കില്ല എന്ന്. എന്നാൽ അല്പം ചിന്തിച്ചു നോക്കൂ. ചില ആളുകളുടെ അവസ്ഥ എടുത്ത് ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? അവർക്ക് മരണമായിരിക്കും നല്ലത് എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അതാ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ, ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ കുറിച്ച് അത് മരണത്തിനേക്കാൾ എന്തായിരിക്കും? പ്രയാസമുള്ളതായിരിക്കും. അപ്പൊ ഏതാ നല്ലത്? മരണമാണ് നല്ലത് എന്ന്. അപ്പൊ അങ്ങോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ പറയും. ഒരാള് വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് എഴുന്നേൽക്കാനും വയ്യ, കിടക്കാനും വയ്യ, നടക്കാനും വയ്യ, ശരീരത്തിന്റെ എല്ലുകളെല്ലാം പൊട്ടി മുറിഞ്ഞ് അതിങ്ങനെ നുരുമ്പി കിടക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളതായിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനെ കുറിച്ച് എന്താ നമ്മൾ പറയാ? ആ മനുഷ്യന് അല്ലാഹുവേ അദ്ദേഹത്തിന് മരണമാണ് ഖൈറെങ്കിൽ നീ മരിപ്പിച്ചു കൊടുക്കണമേ എന്ന് പറയും. നമ്മൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കിടപ്പ് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ അവിടെ ദ്വാരിക്കേണ്ടത് എങ്ങനെയാണ്? മരിപ്പിക്കുന്നത്. പക്ഷേ മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കുന്ന നമുക്ക് ദ്വാ ചെയ്യാൻ പറ്റുള്ളൂ, മരിപ്പിക്കുമെന്ന് പറയാൻ പറയില്ല. അതുപോലെ തന്നെ വളരെ വിഷമം അനുഭവിക്കുന്ന ആൾ പടച്ചവനെ എന്നെ മരിപ്പിച്ചു തന്നായിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ ഹുക്കുമല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ മനുഷ്യൻ കൊതിക്കും അത് ചില സന്ദർഭങ്ങളിൽ. അപ്പൊ ചിന്തിച്ചാൽ നമുക്കറിയാം, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ചില പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അത് ഏതിലേക്ക് എത്തിക്കുന്നുണ്ട്? മരണം ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഈ വിഷയം എന്തായി തീർന്നത്? ഇത് പെട്ടെന്ന് മനസ്സിലാതെ നമുക്ക് എന്താണ് സ്വാഭാവികഗതിയിൽ ഒരു മനുഷ്യൻ മരണത്തെ ആഗ്രഹിക്കില്ലെന്ന്. പക്ഷെ ചില ആളുകളുടെ അവസ്ഥയും അവരുടെ പ്രയാസങ്ങളൊക്കെ നാം ആലോചിച്ച് നോക്കുമ്പോൾ മരണം ആഗ്രഹിക്കൽ അവിടെ അനുവദനീയമാണെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി. അതാണ്. അപ്പൊ രണ്ട് കിസ്സും നമുക്ക് മനസ്സിലായി, രണ്ട് രൂപം നമുക്ക് മനസ്സിലായി. ഒന്നെന്താണ്? ഒരു വസ്തു ഒന്നുകിൽ പിന്നെ എന്തായിരിക്കണം? അനങ്ങുന്നതാവണം, അല്ലെങ്കിൽ അനങ്ങാതിരിക്കണം. ഇവിടെ അനങ്ങുന്നുണ്ട് എന്നുള്ളത് ബുദ്ധിക്ക് തറല്ല. അനങ്ങും ചെയ്യാം, അത് അനങ്ങാതിരിക്കും ചെയ്യാം. നമ്മൾ മായന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ പെയ്യും ചെയ്യാം, പെയ്യാതിരിക്കും ചെയ്യാം. ബുദ്ധിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പം കാണാൻ പറ്റുന്നില്ല. നേരെ മറിച്ചിട്ട് അത് പെട്ടെന്ന് മനസ്സിലാതെ, നേരെ മറിച്ച് അല്പം ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്നതാണ് ഉദാഹരണം. പക്ഷേ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി, അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതിലാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇപ്പം മിസാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആദ്യം അതിന്റെ വാർത്തയിൽ കിടക്കുന്നതിന് മുന്നേ ജീവിതത്തിൽ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത്, നല്ല വിശ്വാസം, ഈമാനും അമൽ സാലിഹുമുള്ള ഒരാളെ അയാളെ ശിക്ഷിക്കുക എന്നുള്ളത് എന്താ നിങ്ങൾ പറയും? ജീവിതത്തിൽ ഒരു കണ്ണിമ പൂട്ടുന്ന സമയം പോലും അള്ളാഹുവിനിക്ക് ദോഷം ചെയ്യാതെ ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളെ അള്ളാഹു തആല ശിക്ഷിക്കുക എന്നുള്ളത് എന്താ? നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താണ്? അള്ളാഹു തആലക്ക് ശിക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ? അതാ. അപ്പൊ രണ്ടഭിപ്രായം അവിടെ. മുസ്തഹിൽ, അതാ ആദത്ത് നൽകുന്നത് മുസ്തഹിൽ എന്നാണ് ഒരാൾ മറുപടി. ഒരാൾ ഇല്ല, എന്നാൽ രണ്ടാൾ പറയുന്നത് എന്താകുന്നു? അനുവദനീയമാണെന്ന്. അല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും അള്ളാഹ്, ഒരു ഉദാഹരണം, ഒരു മലക്കിനെ എടുക്കുക. ഒരു മലക്ക്, അല്ലേ? പ്രവാചകന്മാർ ഒരു മലക്കിനെ എടുത്തോളൂ. ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം ആ മലക്കിന്റെ കണ്ണിമ പൂട്ടുന്ന സമയം പോലും ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് ജീവിച്ചിട്ടില്ല. നമുക്ക് ഉറപ്പാണല്ലോ, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വഹും യഫ്അലൂന മാ യുഅമറൂൻ. അള്ളാഹു തആലാന്റെ കൽപ്പനകൾക്കൊന്നും അവർ ധിക്കാരം കാണിക്കൂല, കൽപ്പിച്ചതെന്തോ അത് അവർ പ്രവർത്തിക്കുന്നവരുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മലക്കിനെ അള്ളാഹു തആലാക്ക് ശിക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ആ ചോദ്യത്തിന് മറുപടിയാണ് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതും ഉണ്ട് എന്ന് പറഞ്ഞതും. എന്നാൽ അല്പം ആലോചിച്ചുകൊണ്ടുള്ള മറുപടിയാണ് അത് ജായിസാണ് എന്ന് വന്നത്. ഞാൻ പറഞ്ഞ വിധികൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നത് പറയേണ്ടത്. എങ്കിലും എന്ത് ചെയ്യും? നിങ്ങളെ ആ ധാരണ ശരിയാണ് തെറ്റാണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് മറുപടി വന്ന്. എന്നാൽ അല്പം ചിന്തിച്ചാൽ നമുക്കറിയാം അള്ളാഹു തആലക്ക് അത് അനുവദനീയമാണ്. അള്ളാഹു തആലക്ക് അത് അനുവദനീയമാണ്. അള്ളാഹു തആല ഖുർആനിൽ ഒരു ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലേ? ആയത്തില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശിർക്ക് വെക്കുക എന്ന് അള്ളാഹു തആല പൊറുക്കുകയേയില്ല. സംശയമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് വെക്കുന്നത് പൊറുക്കുകയില്ല എന്നുള്ള യാതൊരു സമയം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് വെക്കുക എന്നുള്ള അള്ളാഹു തആല ഒരിക്കൽ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്തതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, അതെന്താണ്? നമുക്ക് മനസ്സിലാതെ എങ്ങനെയാണ്? ഖുർആനിലൂടെ ശറഈൻ അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ആൾറെഡി ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു തആല ശിർക്ക് പൊറുക്കൂല. പക്ഷേ ബുദ്ധിപരമായിട്ട്
അക്കല നിലക്ക് അള്ളാഹു തആലക്ക് നിർബന്ധമുണ്ടോ? അള്ളാഹു തആലക്ക് നിർബന്ധമുണ്ടോ ഒരു മുശ്രിക്കിനെ ശിക്ഷിക്കുക എന്നുള്ളത്? അള്ളാഹു തആലക്ക് പുറത്തുകൂടെ? ജീവിതത്തിൽ മുഴുവനും ശിർക്ക് ചെയ്ത് അതേ രൂപത്തിൽ തന്നെ മരിച്ചുപോയ, ആ വിശ്വാസത്തിൽ മരിച്ചുപോയതായിരിക്കുന്ന ഒരു മുശ്രിക്കിന് അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതിന് ബുദ്ധിപരമായിട്ടൊരു തടസ്സമുണ്ടോ? ഇല്ല, ബുദ്ധിപരമായിട്ട് ഒരു തടസ്സമില്ല. അള്ളാഹുവിന് ജായിസാൻ, അള്ളാഹുവിന്റെ ജായിസാണ് അവിടെ നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദർ ദിനത്തിന്റെ തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ അള്ളാഹുവിനോട് ദുആയിൽ ഏറെപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിന്റെ ജായിസ് ആ സിഫത്തിലേക്ക് നോക്കിയിട്ട്. അള്ളാഹു തആലക്ക് എന്ത് ചെയ്യാം? വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു തആലക്ക് മറിച്ചും ചെയ്യാൻ അവനക്ക് അനുവദനീയമാണ്, ജായിസാണ് അവന്. അതുകൊണ്ട് തന്നെ പ്രവാചകർ ഖൗഫ്, സത്യവിശ്വാസിയായ ആളുകൾക്ക് വേണ്ടത്, എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്താണ്? ഖൗഫും വേണം, റജാവും വേണം, ഖൗഫും വേണം, രണ്ടും വേണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിപരമായിട്ട് അള്ളാഹു തആല ഒരു മുശ്രിക്കിന് പുറത്തു കൊടുക്കുക എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കാഫിർ നരകത്തിൽ ശാശ്വതമാക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം പരിശുദ്ധ ഖുർആനിലൊക്കെ വന്നത് കാഫിറായ മനുഷ്യൻ കുഫ്രിയത്തിന്റെ മേൽ ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയവൻ നരകത്തിൽ ശാശ്വതമാകുമെന്നാണ്. ഇത് ശറഈന്റെ വിധി, അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ബാധകം ശറഈന്റെ വിധിയാണ്. ആ ശറഈന്റെ വിധി അനുസരിച്ച് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിപരമായി നോക്കുമ്പോൾ അള്ളാഹു തആലക്ക് നിർബന്ധമുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വലൗലാ സബഖ മിനൽ ഖൗലി, അള്ളാഹു തആലാന്റെ കലിമത്ത് അത് മുൻകടന്നിട്ടില്ലെങ്കിൽ വലൗ ഷാ അല്ലാഹു എന്താണ് ലഹദാഹും അജ്മഈൻ, അള്ളാഹു തആല ഉദ്ദേശിക്കാൻ എല്ലാവരും ഹിദായത്താക്കും. അള്ളാഹു തആലക്ക് ഉദ്ദേശിക്കാൻ കഴിയും, അള്ളാഹു തആലക്ക് ഉദ്ദേശിക്കാൻ കഴിയും. ഇങ്ങനെ കാണാൻ ചില ആയത്തിലൊക്കെ അത് പറ. അതെ, പല ആളുകളും അങ്ങനെയുണ്ട്. പല ജീവിതത്തിൽ വളരെ മോശമായ വിശ്വാസത്തിലും മോശമായ രീതിയിലൊക്കെ മരിക്കുന്ന ആളുകൾ, ജീവിക്കുന്ന ആളുകൾ മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്യും? അതിന് മുന്നേ അള്ളാഹു അവർക്ക് നല്ലൊരു വഴി തോന്നിച്ചു കൊടുത്തുകൊണ്ട് അവർ നല്ലവർക്ക് മരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്. വളരെ കള്ളു കുടിച്ച് തൊമ്മാടിത്തരമായിട്ട് ജീവിച്ച് മാത്രം മരിച്ചു പോകുന്ന മനുഷ്യന്മാർ അവസാനം നല്ല രീതിയിൽ മരിക്കുന്നവർ എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥം അവർ അതുവരെ നിരന്നു പോരുന്ന കാര്യങ്ങളൊക്കെ നല്ലത് എന്നുള്ളതല്ല. പക്ഷെ അള്ളാഹു തആല അമാലു ബി ഖവാതിമിഹ, അങ്ങനെയാണല്ലോ, അമലുകളൊക്കെ അതിന്റെ അവസാനമാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എന്ത് ചെയ്യാം? ഏത് വിഷയത്തിലും ഒരു കാഫിറായിരിക്കുന്ന മനുഷ്യന് നിർബന്ധമായും അവരെ നരകത്തിൽ കടത്തണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. നിർബന്ധമായും അത് ആരുടെ വിശ്വാസമാണ്? മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താണ്? അള്ളാഹു തആലക്ക് ഒരു കാര്യം നിർബന്ധമല്ല, ഒരു കാര്യം പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു തആലക്ക് നിർബന്ധമല്ല. നന്മ ചെയ്തവന് സ്വർഗം കൊടുക്കുക എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അത് യാതൊരു സംശയം കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുതേ. ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കാ മനുഷ്യന് പുറത്തു കൊടുക്കും എന്നല്ല പറഞ്ഞത്. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുക എന്നുള്ളത് അസംഭവ്യമല്ല. അതിനാൽ ഒരു മുഹാലി, ഒരു അസംഭവ്യം, ഒരു മുസ്തഹില കാര്യം വരൂല. അങ്ങനെയാണല്ലോ ജായിസ് എന്ന് പറഞ്ഞാൽ. ആ ജായിസ് ആ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുന്നതിനും കുഴപ്പമില്ല, ഉണ്ടാവാതിരിക്കുന്നതിനും കുഴപ്പമില്ല ബുദ്ധിപരമായി നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഖുർആനിൽ വന്നതുകൊണ്ട് മുശ്രിക്കായ മനുഷ്യന് അള്ളാഹു തആല അവന് ശിർക്ക് പുറത്തു കൊടുക്കൂല. ഖുർആനിൽ വന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹു പുറത്തു കൊടുക്കൂല. പക്ഷേ ബുദ്ധിപരമായി നോക്കുമ്പോൾ അള്ളാഹുത്തിന് പുറത്തു കൊടുക്കാം, അവരെ നരകത്തിൽ ശാശ്വതമായി കടത്താതിരിക്കാം. അതൊക്കെ അള്ളാഹുവിന് അനുവദനമാണ്. ഈ ഒരു ജായിസിലേക്ക് നോക്കിയിട്ടാണ് അല്ലേ സൂഫിയാക്കളൊക്കെ അവരുടെ കിതാബിൽ പറയുന്നത് കാണാം. എന്ത്? എപ്പോഴും നമ്മൾ എന്താണ്? ജായിസിലേക്ക് നമ്മൾ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജായിസിലേക്ക്, അള്ളാഹുവിന്റെ ജായിസായ സിഫത്തിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ ഈ ഭയം ഉണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുന്നു, എന്താ, എന്റെ രണ്ട് പാദങ്ങളും സ്വർഗത്തിൽ ഞാൻ കാണുന്നത് വരെ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അമ്നി വരൂല, വിശ്വസ്തത വരൂല, ഒരു സമാധാനം വരൂല. എന്തുകൊണ്ട്? അള്ളാഹു തആലക്ക് ജായിസായ സിഫത്ത് ഇപ്പുറത്തുണ്ട്. എത്ര തന്നെ വാഗ്ദാനം ഉണ്ടെങ്കിലും നാം ചിന്തിക്കേണ്ടതാ, ജായിസിലേക്ക് നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഖൗഫ് വരും. വെറും അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാർ അള്ളാഹു തആല ഒരിക്കലും കൈ വെടിയുകയില്ല. അള്ളാഹു തആല അവർക്ക് വാഗ്ദത്തം ചെയ്തത് നിറവേറ്റി കൊടുക്കും. ആരോട് അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തത് നിറവേറ്റി കൊടുക്കുന്നതൊക്കെ ശരിയാണെങ്കിലും അള്ളാഹു തആലക്ക് എന്ത് ഒരു സിഫത്തുണ്ട്? ജായിസാ സിഫത്തുണ്ട്. അവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കും അനുവദനമാണ്. അവനെ നിർബന്ധിക്കുന്ന, ഇന്നതിന്റെ പേരിൽ ചെയ്യുന്ന നിർബന്ധിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഇല്ലാത്തത് കൊണ്ട് തന്നെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താണ്? അള്ളാഹു തആലക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യൽ അനുവദനീയം ആണ് എന്ന് മാത്രമാണ്. രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞത് മിസാലുസാനി, രണ്ടാമത്തെ ഉദാഹരണം തഅദീബുൽ മുതീ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് മാത്രം ജീവിച്ച വ്യക്തിയെ അള്ളാഹു ശിക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലദീ ലം യസില്ലഹ ഖത്തു തറഫത ഐനിൻ, അല്പം പോലും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എതിര് കാണിക്കാത്തതായിരിക്കുന്ന ഒരു തറഫത ഐൻ എന്ന് പറഞ്ഞാൽ അറിയോ? കണ്ണിമ പൂട്ടുന്ന സമയം വരെ അല്ലേ? കണ്ണിമ പൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഒന്ന് വേണോ കണ്ണിമ പൂട്ടാൻ? ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് അനവധി പ്രാവശ്യം കണ്ണിന്റെ ഇമ പൂട്ടാൻ സാധിക്കും. അതായത് അല്പം പോലും അള്ളാഹു തആലക്ക് എതിര് കാണിക്കാതെ ജീവിച്ച, ഒരു ഭയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിച്ച ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ? ശിക്ഷിക്കാം, അനുവദനീയമാണ് അള്ളാഹുവിനെ കുറിച്ചുകൊണ്ട്. അല്ല, തഅദീബുൽ മുതീ, ഒരു വഴിപ്പെട്ടതായിരിക്കുന്ന ഒരു അടിമയെ അള്ളാഹു തആലക്ക് ശിക്ഷിക്കാം. അല്ലദീ, എങ്ങനെയുള്ള അടിമയാണ്? ലം യസില്ലഹ ഖത്തു, അള്ളാഹുവിനക്ക് തീരെ തന്നെ അവരെ എതിര് കാണിച്ചിട്ടില്ല. തറഫത ഐൻ, അല്പം പോലും കണ്ണിമ പൂട്ടുന്ന സമയം പോലും. എന്തുകൊണ്ട്? ഫൈനല്ലക്കല ബുദ്ധി യഹ്കുമു, ബുദ്ധി വിധിക്കുന്നുണ്ട്. ബി ജവാസി ഹാദ തഅദീബി, ഈ ശിക്ഷ അനുവദനീയമാണെന്ന് വിധിക്കുന്നുണ്ട്. ഫി ഹഖി, അള്ളാഹുവിന്റെ ഹഖിൽ ഇത് ശിക്ഷിക്കാമെന്ന് ബുദ്ധി വിധിക്കുന്നുണ്ട്. അഖലൻ, ബുദ്ധിയിൽ ഇത് വിധിക്കുന്നുണ്ട്. എപ്പോഴാ ബുദ്ധി കൊണ്ട് നമുക്ക് കിട്ടും? നമുക്ക് നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ ആളുകൾ എന്ത് ചെയ്ത്
സാധാരണഗതിയിൽ മുസ്തഹിലാന്ന് പറഞ്ഞ ആളുകളുണ്ട്, പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ അല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഏത് കിട്ടും? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദിലല്ലേ? അള്ളാഹു തആല ആദിലാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തആല ആദിലാണെന്ന് അറിയിച്ചതുകൊണ്ട് അത് ആദിൽ തന്നെയാണ്, അവനെ ചെയ്യും. പക്ഷേ അള്ളാഹു തആലക്ക് നിർബന്ധമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നന്മ ചെയ്യുക, ഒരു അടിമയെ സംബന്ധിച്ച് നന്മ ചെയ്യൽ നിർബന്ധമാണെന്ന് പറയാൻ കഴിയുമോ? നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അള്ളാഹു തആലക്ക് ഒന്നും നിർബന്ധമല്ല. അള്ളാഹുവിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് മാത്രമാണ്. നല്ലോണം ശ്രദ്ധിച്ചോളി. നമ്മുടെ അഖീദന്റെ വിഷയം പകുതി കേട്ടിട്ട് അങ്ങോട്ട് പോകണ്ട. നല്ലോണം ശ്രദ്ധിച്ച് അവസാനം വരെ പറയുന്നതിന് അവസാനം വരെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റാ ധാരണകളിലേക്ക് എത്തിപ്പോവരുത്, വളരെ സൂക്ഷിക്കണമെന്ന് അറിയിക്കണം. അപ്പൊ പറയാൻ പോകുന്ന എന്താണ്? എല്ലാം ഒരു അടിമക്ക് ശിക്ഷ കൊടുക്കണമെന്നും ഒരു അടിമക്ക് രക്ഷ കൊടുക്കണമെന്നും അനുഗ്രഹം കൊടുക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്നവൻ അള്ളാഹു ആകുന്നു. അത് അവന്റെ തനിച്ച ഉദ്ദേശം കൊണ്ട് മാത്രമാണ്, അവന്റെ മഹൽ ഇറാദത്ത് കൊണ്ട്. അവൻ അങ്ങനെ അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു തആല അവനക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ച ഒരുത്തന് എന്ത് ശിക്ഷ കൊടുക്കുന്നു? ഒരു ഹദീസില്ലേ, ലാ യദ്ഖുലുൽ ജന്നത അഹദുക്കും ബിഅമലിഹി, ഒരു ഹദീസില്ലേ, നിങ്ങൾ ആരും തന്നെ എന്താവില്ല അവനവന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, സദ്ദിദു വഖാരിബു വയസ്സിറു ഫഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ അമലുഹു. കണ്ടോ, അഹദൻ അമലുഹു. ഖാലു വലാ അൻത യാ റസൂലല്ലാഹ് ഖാല വലാ അന ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിമിൻഹു ബിറഹ്മത്തിൻ. കണ്ടോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞിടത്തോളം അള്ളാഹുവിന് നല്ല രീതിയിലൊക്കെ അമൽ ചെയ്യുക. പക്ഷേ ഒരു കാര്യം, ഫഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത അഹദൻ അമലുഹു, ഒരാളെയും അവന്റെ അമൽ സ്വർഗ്ഗത്ത് കടത്തൂല, എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, പ്രവാചകർ അവിടുന്നോ? വലാന്ത യാ റസൂലല്ലാഹ്, പ്രവാചകർ അവിടത്തേക്കും അങ്ങനെ തന്നെ, അവിടുത്തെ അമലും അവിടുത്തെ സ്വർഗ്ഗത്ത് കടത്തൂലേ? ലാ വല അന, ഞാനും എനിക്കും എന്റെ അമൽ കൊണ്ട് സ്വർഗ്ഗത്ത് കടക്കാൻ സാധ്യമല്ല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മത്തിൻ, അല്ലാഹു തആല അവന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ കണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫദ്ൽ കൊണ്ട്, അവന്റെ മഹൽ ഇറാദത്ത് കൊണ്ട് മാത്രമാണ് സ്വർഗ്ഗവും നരകവും ഒക്കെ നമുക്ക് നൽകുന്നത്. നമ്മുടെ അമൽ ചെയ്തതിനാൽ മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. ഒരാൾ അമൽ ചെയ്താൽ അയാൾ അമൽ അല്ലാഹു തആല ആളെ സ്വർഗ്ഗത്ത് കടത്താൻ നിർബന്ധമാണ്. എന്ത് നിർബന്ധം? ആരവിടെ അല്ലാഹുക്ക് നിർബന്ധിക്കേണ്ട ആളുള്ളത്? ആർക്കാണ് അവകാശം അല്ലാഹുവിന് ഇന്ന കാര്യം നിർബന്ധമാണെന്ന് പറയാൻ? ആർക്ക് അവകാശമുണ്ട്? ഇല്ല. സുന്നത്ത് ജമാഅത്ത് വളരെ കറക്റ്റായ സാഫിയായ അഖീദ പ്രചരിപ്പിക്കുന്നത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അല്ലാഹു തആലക്ക് ഒന്നും നിർബന്ധമില്ല. ഹദീസിലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഹദീസ് എന്താ മുഅ്തസിലത്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അവർ തൗഹീദ് ചെയ്യും. ഇപ്പൊ കണ്ടില്ല, മടവൂരികളും മൗലവി ഗ്രൂപ്പൊക്കെ ഹദീസ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടക്കും. മടവൂരികൾ വെച്ചപ്പാട് ഹദീസ് തട്ടും മറ്റാൾ പറഞ്ഞ മാതിരി, മറ്റോലും എന്ത് ചെയ്തു അവിടെ വളച്ചൊടിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം എന്ത് ചെയ്തു? ഈ ഇങ്ങനത്തെ ഹദീസ് അല്ലേ യദ്ഖുലുൽ ജന്നത അഹദൻ അമലുഹു എന്ന് പറഞ്ഞതൊക്കെ എന്താണ്? അവരെന്താ ചെയ്യുക? അതിനവർ ഖുർആൻ ഒപ്പിച്ചെന്ന് തൗഹീദ് വ്യാഖ്യാനിച്ചിട്ട് അതിനെ ഇല്ലാതാക്കും. അത് അവർ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഏതായിരുന്നാലും ഒരാളും അവരുടെ അമല് എന്താവൂല, സ്വർഗ്ഗത്ത് കടത്തൂല. അപ്പോൾ അല്ലാഹു തആലാന്റെ മഹദ് ഫദ്ൽ കൊണ്ട് മാത്രമേ ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനും നരകത്തിൽ കടക്കാനും, അതാണ് നമ്മുടെ ദ്വാരക്ക് എപ്പോഴും മഹദ് ഫദ്ൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് നാം ദുആ ചെയ്യുന്നത്. മഹദ് ഫദ്ൽ നമ്മുടെ അമൽ കൊണ്ടൊന്നും നമുക്കൊന്നും അവകാശമില്ല. നമുക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിലല്ലേ അത് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നാം മുഴുവനും നമ്മുടെ എല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേത് എന്ന് പറയാനൊന്നും ഈ ലോകത്തില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകുന്നതൊക്കെ അവന്റെ മഹദ് ഇറാദത്ത് കൊണ്ട് മാത്രമാണ് എന്ന് നാം നമ്മുടെ വിശ്വാസം ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുന്നിൽ വരിക, നമ്മൾ വിഷയത്തിലേക്ക് വരിക. മുസന്നിഫ് റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞേ? ഫൈനൽ അഖില. കണ്ടോ, ബുദ്ധി എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധി വിധിക്കും ജവാസി ഹാദ തഅദീബി, ഒരു സെക്കൻഡ് പോലും ദോഷം ചെയ്യാതെ ജീവിച്ച വ്യക്തിയെ ശിക്ഷിക്കൽ അനുവദനീയമാണെന്ന് ബുദ്ധി വിധിക്കുന്നുണ്ട്. ഫി ഹഖി, ഈ ആരെ ഹക്കില്? ഈ വൈപ്പെട്ടവന്റെ ഹക്കില് അവനെ ശിക്ഷിക്കൽ അനുവദനീയമാണ് അക്കനെ ബുദ്ധിപരമായ നിലക്ക്. ബാദ് എപ്പോഴാണത് വിധിക്കുന്നത്? ബാദി ബുർഹാനിൽ വഹദാനിയത്തി ലഹു തആല. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഒരു സിഫത്തുണ്ട്, ഒരു സെൽബിയ സിഫത്ത്. 5 സിഫത്തുണ്ടല്ലോ അല്ലാഹു തആലാക്ക് 5 സെൽബിയ സിഫത്തുകളുണ്ട്. അതിലേതാണ്? അവന് വഹദാനിയത്ത് എന്ന് പറഞ്ഞ ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു പ്രവാചകർ അവിടെ നിന്ന് പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അഹദ്. അല്ലാഹു തആലാക്ക് വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. അവന്റെ അഫ്ആലുകളിൽ, അവന്റെ ദാത്തിൽ, അവന്റെ സിഫാത്തിൽ, അള്ളാഹുവിന്റെ സത്തയിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ ഗുണങ്ങളിലെല്ലാം തന്നെ അവൻ ഏകനാകുന്നു. അഹദിയത്ത്, വഹദാനിയത്ത് എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹു തആല. ഇന്ന് വഹദാനിയത്ത് എന്നുള്ള സിഫത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് വരുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ സൽബിയായ 5 സിഫത്ത് പറയുമ്പോൾ വഹദാനിയത്ത് എന്നുള്ള സിഫത്ത് ശേഷം വരുന്നുണ്ട്, അതിന്റെ തെളിവുകളും വരുന്നുണ്ട്. ആ വഹദാനിയത്തിന്റെ തെളിവുകൾ ചിന്തിച്ചൊരാൾക്ക് എന്ത് പറയാം? പറയാം അല്ലാഹു തആലാക്ക് അവന്റെ അടിമയെ എന്ത് ചെയ്യുക? ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആലാക്ക് എതിര് കാണിക്കാതെ സ്വാധികനായി ജീവിച്ച ഒരു വ്യക്തിയെ അല്ലാഹു തആലാക്ക് ശിക്ഷിച്ചൂടെ? ശിക്ഷിക്കാം. ഒരു സെക്കൻഡ് പോലും അല്ലാഹു തആലാക്ക് എതിര് കാണിക്കാതെ ജീവിച്ച ഒരു മലക്കിനെ അല്ലാഹു തആലാക്ക് ശിക്ഷിച്ചുകൂടെ? ശിക്ഷിക്കാം. അല്ലാഹു തആല അത് എന്ത് പറയും? അതേതാ നമ്മൾ ഹുക്മിലേക്ക് നമ്മൾ എത്തിക്കുന്നത്? അള്ളാഹുവിന് വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. അതിന്റെ തെളിവുകൾ നാം ശരിക്കും പഠിക്കുമ്പോൾ നമ്മൾ ഈ വിധിയിലേക്ക് നാം എത്തുന്നുണ്ട്. അതാണ് ബുദ്ധിപരമായ നിലക്ക് ഒരു വൈപ്പെട്ട വ്യക്തിയെ ശിക്ഷിക്കൽ അനുവദനീയമാണെന്ന് ബുദ്ധി പറയുന്നുണ്ട്. അതാണ്. അപ്പൊ എന്തായി? ബുദ്ധിയുടെ വിധിയും ജായിസും തന്നെ അല്പം ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ജായിസ് ആ കാര്യം കൂടിയുണ്ട്. നോക്കാം, ഇനി മുസന്നിഫ് ആ വിഷയം ഒന്നുകൂടി വ്യക്തമാക്കാണ്. ഫൈനൽ അഖില നമ്മൾ പറഞ്ഞല്ലേ, ഫൈനൽ അഖില യഹ്കുമു ബിജവാസി ഹാദ തഅദീബി ഫി ഹഖി അഖലൻ ബഅദ യൻദുറ ഫി ബുർഹാനിൽ വഹദാനിയത്തി ലഹു തആല. അല്ലാഹു തആലാക്ക് വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് ഉണ്ട് എന്നുള്ള തെളിവുകൾ ചിന്തിക്കുന്ന ഇതിന് ശേഷമാണ് ഒരു വൈപ്പെട്ട ഒരാൾക്ക് അല്ലാഹു തആല വൈപ്പെട്ട ഒരാളെ അല്ലാഹു തആലാക്ക് ശിക്ഷിക്കാമെന്നുള്ള വിധി വിധിക്കുന്നത്. വയഅരിഫ അന്നൽ അഫ്ആൽ, എന്ത് അറിയണം? ബുർഹാനിൽ വഹദാനിയത്ത് എന്ന് പറയുന്നതായ
വഹദാനിയത്തിൽ ശരിക്കും മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരും എന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കാതിരിക്കരുത്. നമ്മൾ ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളൊക്കെ പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അവര് വഹദാനിയത്തിന്റെ ഗുണങ്ങളെ, വഹദാനിയത്തിന്റെ തെളിവുകൾ ചിന്തിച്ചതിന് ശേഷം ഒരാൾക്ക് എന്ത് ചെയ്യാം, അല്ലാഹു തആലക്ക് ജായിസാണെന്ന് വിധിക്കാം. വയഅരിഫ, അവൻ അറിയുകയും ചെയ്ത് അന്നൽ അഫ്ആല കുല്ലഹാ മഖ്ലൂഖത്തുൻ, എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സൃഷ്ടിക്കുന്നതാണ്. അല്ലേ? നമ്മുടെ എന്ത് പ്രവർത്തനം അല്ലാഹു തആല അല്ല ഖാലിഖ്, വല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും പടച്ചവനാണ്. നാം ഒരു നന്മ ചെയ്താലും അതും പടക്കുന്നത് ആരാണ്? അല്ലാഹു ആകുന്നു. നാം ഒരു തിന്മ ചെയ്താലും അത് പടക്കുന്നത് അല്ലാഹു ആകുന്നു. നമ്മുടെ എന്തെന്ത് പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇത് അംഗീകരിക്കും. അതാ അന്നൽ വയാരിഫ, ബുദ്ധി അറിയുകയും ചെയ്തു, അവൻ അറിഞ്ഞതിന്റെ ശേഷം അന്നൽ അഫ്ആല കുല്ലഹാ മഖ്ലൂഖത്തുൻ ലി മൗലാന ജല്ല വഅസ്സ, എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മുടെ മൗലാനെ ആയിരിക്കുന്ന നമ്മൾ അല്ലാഹുവിനിക്ക് മഖ്ലൂഖാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന്, അല്ലാഹു സൃഷ്ടിച്ചതാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ലാ അസറ ലി കുല്ലി മാ സിവാഹു തആല, അല്ലാഹു അല്ലാത്ത ഒന്നിനും ഒരു അസറുമില്ല, എന്ന് വെച്ചാൽ സൃഷ്ടിക്കാനായിരിക്കുന്ന ഒരു കഴിവുമില്ല. നമ്മുടെ വിശ്വാസം മുഅ്തസിലത്ത് എന്ന് പറയുന്ന പേച്ച കക്ഷിക്കാരെന്ത് വിശ്വസിച്ചിട്ടുണ്ട്? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അവൻ ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഖാലിഖ് മനുഷ്യൻ തന്നെയാണെന്നാണ്. പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളില്ല. നമ്മുടെ ഉദ്ദേശം ഉള്ളതും ഉദ്ദേശമില്ലാത്തത് എന്തായാലും ഉറപ്പന്നെ അല്ലാഹു തആലയാണ് സൃഷ്ടിക്കുന്നത്. നാം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയും സൃഷ്ടാവ് അല്ലാഹു ആകുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസം. അപ്പോ ലാ അസറ ലി കുല്ലി മാ സിവാഹു തആല, അല്ലാഹു അല്ലാത്ത ഒന്നിനും ഒരു അസറുമില്ല. ഫി അസരിമ, ഏതെങ്കിലും ഒന്നിന്റെ അസർ, അൽബത്ത തീരെ തന്നെ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിന് എന്തെങ്കിലും ഒന്നിനെ ഉണ്ടാക്കുന്നതിൽ, അതിനെ സൃഷ്ടിക്കുന്നതിൽ യാതൊരു സ്വാധീനവുമില്ല. ഫൽസമു മിൻ ദാലിക, ഇതിനാൽ എന്ത് വരുന്നുണ്ട്? ഇതിനാൽ വരുന്നുണ്ട് ഇസ്തിവാഉൽ ഈമാനി വൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ഇസ്തിവാഉൽ ഈമാനി വൽ കുഫരി വത്താഅതി വൽ മാസിയതി അഖ്ലൻ. അപ്പോൾ ഇതിനാൽ വരുന്നുണ്ട് ഈമാനും കുഫറും, വിശ്വാസവും അവിശ്വാസവും സമമാണെന്നും, വത്താഅത്തു വൈപ്പാടും വൽ ബാസിയത്തു ധിക്കാരവും, ദോഷം ചെയ്യലും ഗുണം ചെയ്യലും ദോഷം ചെയ്യലും നന്മ ചെയ്യലും തിന്മ ചെയ്യലും എല്ലാം ഒരുപോലെയാണെന്ന് വരുന്നുണ്ട് അങ്ങനെ ബുദ്ധിപരമായിട്ട്. വഅന്ന കുല്ല വാഹിദിൻ മിൻ ഹാദിഹി, ഈ കുഫറിൽ നിന്നും അതുപോലെ തന്നെ താഴത്തിൽപ്പെട്ടതായിരിക്കുന്ന എല്ലാ ഓരോന്നും യസ്ലഹു അൻ യജ്അല ഇമാറത്തൻ അല, അത് അനുവദനീയമാണ്, അത് പറ്റും. അൻ യജ്അല ഇമാറത്തൻ, അത് അമാറത്തൻ അലാമാ ജൂലൽ ആഖിറു അമാറത്തൻ അലൈ. മറ്റൊന്ന് ഈ ഈമാൻ കുഫറിൽ നിന്നും താഴത്ത് മാസത്തിൽ നിന്നും ഒന്നിനെ മറ്റൊന്നിന്റെ അടയാളമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിന്റെയും അടയാളമാക്കാൻ ബുദ്ധിപരമായിട്ട് അനുവദനമാണ്. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സൽക്കർമ്മങ്ങൾ ചെയ്തവൻ എന്തുണ്ട്? സ്വർഗ്ഗമുണ്ട്. അല്ലേ? വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി മിൻകും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ. സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നല്ല പ്രവർത്തനങ്ങൾ, നല്ല വിശ്വാസം വെച്ച് പുലർത്തുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത വ്യക്തിക്ക് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? മഗ്ഫിറത്ത് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല എന്ത് കൊടുക്കുന്നുണ്ട്? സ്വർഗം കൊടുക്കുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല. പക്ഷേ ബുദ്ധിപരമായി നോക്കുമ്പോൾ അല്ലാഹു തആല അങ്ങനെ ജീവിതത്തിൽ മുഴുവനും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത് നല്ല വിശ്വാസത്തോടെ ഈമാനോടെ മരിച്ചു പോയ ഒരാൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുത്തോണമെന്നില്ല. അയാൾക്ക് ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ നരകത്തിൽ കടക്കാനുള്ള അടയാളം അല്ലാഹു തആലക്ക് അങ്ങനെ ആക്കാം. ഒരാളുടെ നല്ല പ്രവർത്തനങ്ങൾ, ഒരാളുടെ നല്ല വിശ്വാസങ്ങൾ അതെന്തിന്റെയും അടയാളമാക്കാം അല്ലാഹു തആലക്ക് വേണമെങ്കിൽ നരകത്തിൽ കടക്കാനുള്ള അമാറത്താക്കാം. അപ്പൊ മനസ്സിലായി. അതുപോലെ തന്നെ ഒരാൾ നരകത്തിൽ കടക്കാനുള്ള ആയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത്, ഉദാഹരണമായി കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, അങ്ങനെയൊക്കെ നടന്നു. ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിക്കണേ. ഇതിൽ പെട്ടെന്ന് തെറ്റിദ്ധാരണയിലേക്ക് നീങ്ങരുത്. ഒരാൾ കള്ളു കുടിക്കുന്നത് അല്ലാഹു തആല എന്ത് ചെയ്തിട്ട് നരകത്തിൽ കടക്കാൻ കാരണമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വ്യഭിചരിക്കുന്നത് നരകത്തിൽ കടക്കാൻ കാരണമാണ്. പക്ഷേ അതൊക്കെ ശറഈന്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെ തന്നെ, യാതൊരു സംശയമില്ല. അതിലൊന്നും മാറ്റൂല കേട്ടോ, അതിലൊന്നും ഒരു മാറ്റൂല. പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അല്ലാഹു തആലക്ക് വേണമെങ്കിൽ എന്താക്കാം? ഒരാളെ കള്ളു കുടിച്ച ഒരാളെ അത് സ്വർഗത്തിൽ കടക്കാനുള്ളതായിരിക്കുന്ന ഒരു അടയാളമാക്കാം അല്ലാഹു തആല കള്ളുകൂടി. അതുപോലെ വ്യഭിചാരത്തെ സ്വർഗത്തിൽ കടക്കാനുള്ളതായിരിക്കുന്ന അടയാളമാക്കാൻ അല്ലാഹു തആലക്ക് ബുദ്ധിപരമായി കഴിയും. അല്ലാഹു തആലക്ക് അതായത് കള്ളു കുടിച്ചു എന്നുള്ളതിന് പേരിൽ അതിലെന്തോ ഒരു വലിയൊരു അപാകത അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ അല്ലാഹു തആല അയാളെ നരകത്തിലാക്കണമെന്നുള്ള വിശ്വാസമല്ല സുന്നത്ത് ജമാഅത്തിൻ്റെത്, അത് മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. അല്ലാഹു തആല കള്ളുകൂടിയെ നരകത്തിൽ കടക്കാനുള്ള കാരണമാക്കിയത് അല്ലാഹു ആകുന്നു. അതുപോലെ തന്നെ ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ കടക്കാൻ കാരണമാക്കിയത് ആരാകുന്നു? അല്ലാഹു ആകുന്നു. ആ കാരണമാക്കി അല്ലാഹുവിന് നേരെ മറിച്ചും എന്തിനേയും കാരണമാക്കാം. ഒരാൾ വ്യഭിചരിക്കുക എന്നുള്ളതിനെയും സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാക്കി എടുക്കാം. അതുപോലെ തന്നെ കളവ് പറയുക എന്നുള്ളതും സ്വർഗത്തിൽ കടക്കാനുള്ള അമാർത്താക്കി എടുക്കാൻ ബുദ്ധിപരമായിട്ട് അല്ലാഹു തആലക്ക് കഴിയും. അതാ ഒന്ന് മറ്റൊന്നിൽ ഇപ്പോൾ നമ്മൾ ശറഈയിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയൊക്കെ മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയാണെങ്കിൽ പോലും അഖലൻ നിലക്ക് ഒരാൾ കളവ് നടത്തിയാൽ അത് കളവ് നടത്തുക എന്നുള്ളത് സ്വർഗത്തിൽ കടക്കുന്നതിന് അടയാളമാക്കാൻ അല്ലാഹു തആല കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ദോഷം ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിൽ കടക്കാനുള്ള അടയാളമാക്കാൻ അല്ലാഹു തആല കഴിയും. ഈമാൻ എന്നുള്ളത് നരകത്തിൽ കടക്കാനുള്ള കാരണമാക്കാൻ അല്ലാഹു തആലക്ക് കഴിയും. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കുന്നത്? നമ്മുടെ ശറഈ ആയിരിക്കുന്ന വിധി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, അവന്റെ ഇറാദത്ത് കൊണ്ട്
വ്യഭിചരിച്ചവൻ നരകത്തിലാണ് നാം വിശ്വസിക്കുന്നു. അവൻ ദോഷമാണ് ചെയ്തത് എന്ന് അള്ളാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ കടക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അതുപോലെ നിസ്കരിച്ചു, നോമ്പ് നോറ്റ്, ഹജ്ജ് ചെയ്ത് തുടങ്ങിയതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാൽ അത് സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ മഹദ് ഇറാദത്ത് കൊണ്ടാണ്. അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതിനെ സ്വർഗ്ഗത്തിൽ കടക്കാനായിരിക്കുന്ന അടയാളമാക്കിയതും വ്യഭിചരിക്കുക എന്നുള്ളതിനെ നരകത്തിൽ കടക്കാനുള്ള അടയാളമാക്കിയതും അള്ളാഹു ആകുന്നു. അവന് നേരെ തിരിച്ചും അതാക്കാൻ പറ്റും, ഇതിനെ അടയാളമാക്കാൻ പറ്റും. ഒന്നിനെ നരകത്തിൽ കടക്കാൻ ഇപ്പോൾ അടയാളമായി തോന്നുന്നതിനെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അടയാളമാക്കാൻ അള്ളാഹു തആല കഴിയും. ഫയൽസമു അഞ്ഞു നോക്കി അർത്ഥം വെച്ചു. ഫയൽസമു മിൻ ദാലിക, ഇതിനാൽ നിർബന്ധമാകും ഇസ്തിവാഉൽ ഈമാനി വൽ കുഫ്രി, ഈമാനും കുഫറും സമമാകുക എന്നുള്ളത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈമാൻ എന്ന് പറയുന്നത്, അതുപോലെ ഇപ്പോൾ കുഫർ എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ കടക്കാനായിരിക്കുന്ന അടയാളമാണ്, കുഫർ എന്ന് പറയുന്നത് നരകത്തിൽ കടക്കാനായിരിക്കുന്ന അടയാളമാണ്. അള്ളാഹു തആലക്ക് എന്തും പറ്റും അവിടെ? കുഫറിനെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള അടയാളമാക്കാൻ അള്ളാഹു തആലക്ക് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു തആലക്ക് അതിന് പറ്റും. അതുപോലെ ഈമാൻ എന്നുള്ളത് നരകത്തിൽ കടക്കാനായിരിക്കുന്ന അടയാളമാക്കാൻ പറ്റും. അപ്പോൾ താഴത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, വൽ മാസിയത്തി ചെയ്യുക എന്നുള്ളത് അതൊക്കെ സമമാണല്ലോ. അക്കലെ ബുദ്ധിപരമായ സമമാണ്. ബുദ്ധിപരമായിട്ട് അതൊക്കെ എന്താണ്? സമമാണ്. വാന്ന കുല്ല വാഹിദി ബിൻ ഹാദി, ഈ പറയപ്പെട്ട ഈ 4 എണ്ണത്തിൽ നിന്ന് ഒന്ന് വാജിബ്, ഒന്ന് ഹറാമെന്ന് വെച്ചോളി. ഈമാനും താഴത്തും എന്താണ്? ഈ വിശ്വസിക്കുക എന്നുള്ളത് വാജിബ്, താഴത്ത് എന്നുള്ളത് വാജിബ്, കുഫർ എന്നുള്ളത് ഹറാമ്, മാസിയത്ത് എന്ന് ഹറാമ്. അപ്പോൾ ഈ വാജിബിന് പറഞ്ഞപ്പോൾ സുന്നത്തും കറാഹത്തൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഇവിടെ വാജിബും ഹറാമും മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഒരു സംഗതി വാജിബാക്കിയാൽ ആ വാജിബ് ചെയ്താൽ സ്വർഗ്ഗത്ത് കടക്കാമെന്നുള്ളതിന് അല്ലാഹു തആല എന്ത് ചെയ്യുക? വാജിബ് ചെയ്തത് കൊണ്ട് നരകത്ത് കടക്കുന്ന കാരണമാക്കും. മറ്റൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ പന്നിമാംസം എടുത്തോളൂ. ഈ പന്നിമാംസം കഴിക്കൽ എന്താകുന്നു സുഹൃത്തുക്കളെ? പന്നിമാംസം കഴിക്കൽ എന്താകുന്നു? കൂടല്ലേ? പന്നിമാംസം കഴിക്കൽ എന്താകുന്നു? ഞാൻ ഉദാഹരണത്തോടെ കൂടുതൽ വ്യക്തമാക്കി തരാം. ഹറാമാണ്, യാതൊരു സംശയമില്ല. പന്നിമാംസം കഴിക്കൽ ഹറാമാണ്. എന്നാൽ ഇതിനെ അത് നമ്മൾ വളരെ മോശമായി കാണുന്നുണ്ട് അല്ലേ? പന്നിമാംസം കഴിക്കൽ വളരെ മോശമായിട്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് കഴിച്ചവൻ എന്താണ് ശിക്ഷ? അവന് ദോഷമല്ലേ ചെയ്തത്? ആ പന്നിമാംസം കഴിക്കുക എന്നുള്ളത് ദോഷകരമാണ്, യാതൊരു സംശയമില്ല. അതെങ്ങനെയാണ് ദോഷമായത്? അത് ദോഷമായത് എന്തുകൊണ്ടാണ്? അതിൽ വല്ലതും അടങ്ങിയത് കൊണ്ടാണോ? ഈ പന്നിമാംസത്തിൽ വല്ല എന്തെങ്കിലും ഭയങ്കര ഒരു അബദ്ധമുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷവശം അതിന്റെ സത്തയിൽ തന്നെ അടങ്ങിയത് കൊണ്ടാണോ അത് ഹറാമായത്? ആണോ? മൂരി, അതായത് ആട്ടിറച്ചി അല്ലാഹു തആല ഹലാലാക്കി, പന്നിമാംസം അല്ലാഹു തആല ഹറാമാക്കി. ഇത് ആട്ടിറച്ചിയിൽ എന്തെങ്കിലും ഒരു നന്മ കുടികൊള്ളുന്നത് കൊണ്ട് അല്ലാഹു തആല ഹലാലാക്കി എന്നും പന്നിമാംസത്തിൽ എന്തെങ്കിലും ഒരു ദോഷവശമുള്ളത് കൊണ്ട് അല്ലാഹു തആല ഹറാമാക്കി എന്നാണോ നാം വിശ്വസിക്കേണ്ടത്? എന്താ വിശ്വസിക്കേണ്ടത്? അങ്ങനെയാണോ? അപ്പോൾ ഇപ്പം നമ്മളൊരു അക്കീദ തിരുത്താൻ പോകും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം തീർത്തു അതങ്ങൾ എല്ലാവരും പ്രതികരിക്കും. പന്നിമാംസം അല്ലാഹു തആല ഹറാമാക്കിയത് പന്നിമാംസത്തിൽ എന്തെങ്കിലും അതിന്റെ ആ വസ്തുവിൽ തന്നെ എന്തെങ്കിലും ഒരു അപകടം പതിയിരിക്കുന്നത് കൊണ്ടാണ് അല്ലാഹു തആല അത് ഹറാമാക്കിയത്. ആടുമാംസം അതിൽ എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നതിനാൽ അല്ലാഹു തആല ഹറാമാക്കിയതാണ് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതല്ല, അല്ലാഹു തആല അത് ഹറാമാക്കിയത് കൊണ്ട് അത് മോശമായി തീർന്ന്, ആട്ടിറച്ചി അല്ലാഹു തആല ഹലാലാക്കിയത് കൊണ്ട് അത് ഹലാലായി തീർന്ന്, ഇതാണോ വിശ്വസിക്കേണ്ടത്? അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളി. പന്നിമാംസത്തിൽ അണുക്കൾ ഉള്ളത് കൊണ്ട് അല്ലാഹു തആല ഹറാമാക്കി എന്നുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസമല്ല. അല്ലാഹു തആല അങ്ങനെ ഉണ്ടായിരിക്കും, അത് വേറെ വിഷയം. ഒരു കൂട്ടർ യൂറോപ്യന്മാരൊക്കെ ഇപ്പം അങ്ങനെ ജീവിക്കുന്നത്, യൂറോപ്യന്മാർ മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങൾ ഒരുപാട് യൂറോപ്യന്മാർക്ക് പന്നിയിറച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് പന്നിയിറച്ചി എന്ന് പറഞ്ഞാൽ അല്ലേ? നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളൊക്കെ അല്ലേ? നമ്മുടെ നാട്ടിൽ ചേട്ടന്മാരും തിന്നും, മറ്റുള്ളവർക്ക് തിന്നുന്നുണ്ട്. പട്ടിമാംസം കഴിക്കുന്നില്ല ആളുകൾ. പട്ടിനെ ഇറച്ചി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ആട് പട്ടിനെ ആര് കാണാതെ പട്ടിനെ കൊന്നിട്ട് അതൊക്കെ തോല കുരിച്ചു കയറ്റി ഇറച്ചിയാക്കിയിട്ട് ആടിന്റെ ചോരയെ മുക്കിയിട്ട് ആടിന്റെ ചോരയുടെ വാസന കൊടുത്തിട്ട് അത് ആട്ടിന്റെ മാംസാക്കി വിൽക്കുന്ന ആളുകളുണ്ട്. അതുപോട്ടെ, അതല്ല പറയുന്നത്. പന്നി മാംസത്തെ തന്നെ അത് നല്ല ഭക്ഷണമായിട്ട് കാണുന്ന ആളുകളുണ്ട്. പന്നി മാംസത്തെ അവരുടെ വീക്ഷണത്തിൽ അത് നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മോശമാണ്. ആ മോശമായത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഹറാമാക്കിയത് കൊണ്ടാണ്. അതല്ലാതെ പന്നി മാംസത്തിൽ ഒരു എന്തെങ്കിലും അത് ഉള്ളത് കൊണ്ട് അത് ഹറാമാക്കി വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വസ്തുവിനും എന്തില്ല സ്വന്തമായ നിലക്ക് അതിൽ ബുദ്ധി കണ്ടെത്തുന്ന രീതിയിലുള്ളതായ ഒരു നന്മയോ അല്ലെങ്കിൽ ഒരു തിന്മയോ അല്ലെങ്കിൽ ഒരു നല്ലത് എന്നോ അല്ലെങ്കിൽ ചീത്ത ഒരു അംശം അതിലുണ്ടെന്നോ ബുദ്ധി കണ്ടെത്താൻ സാധിക്കില്ല. അല്ലാഹു തആല വ്യഭിചാരത്തെ ഹറാമാക്കിയത് കൊണ്ട് അത് ഹറാമായി. അല്ലാഹു തആല വ്യഭിചാരത്തെ ഹറാമാക്കിയത് കൊണ്ട് അത് ഹറാമായി. അല്ലാഹു തആല വ്യഭിചാരത്തെ ഹലാലാക്കുകയാണെങ്കിലോ ഹലാലാകുമായിരുന്നു. അല്ലാഹു തആലക്ക് ഇങ്ങനെയും പറ്റും. വിവാഹം എന്നുള്ളത് അല്ലാഹു തആലക്ക് ഹറാമാക്കാൻ പറ്റുമായിരുന്നു. വിവാഹം ചെയ്യൽ ഹറാമാണെന്ന് അല്ലാഹു തആലക്ക് വിധിക്കാമായിരുന്നു, ബുദ്ധിപരമായിട്ട് വിധിക്കാം. വ്യഭിചാരം ഹലാലാക്കാൻ സാധിക്കും. പലിശ അല്ലാഹു തആലക്ക് ഹലാലാക്കാൻ സാധിക്കും. കച്ചവടത്തെ ഹറാമാക്കാൻ അല്ലാഹു തആലക്ക് സാധിക്കും. പിന്നെന്താ എങ്ങനെ? പക്ഷേ അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് കച്ചവടം അല്ലാഹു തആല നമുക്ക് ഹലാലാക്കി, പലിശ നമുക്ക് ഹറാമാക്കി. മറിച്ചും അല്ലാഹു തആല കഴിയും. ചുരുക്കം പറയാൻ വെച്ചാൽ അല്ലാഹു തആലാന്റെ ജായിസാ സിഫത്താണ്. ഏത് കാര്യങ്ങളും, എന്ത് ഹറാമാവട്ടെ ഹലാലാവട്ടെ, എന്ത് കാര്യങ്ങളാവട്ടെ, അള്ളാഹു വിധിച്ചത് കൊണ്ട് ഒരു കാര്യം ഹലാലാണെന്ന് വിധിച്ചത് കൊണ്ട് മാത്രമാണ് അത് ഹലാലാകുന്നത്. അല്ലാതെ ആ വസ്തുവിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. ഈ വിശ്വാസം ആരുടേതാകുന്നു? അതായത് നമ്മുടെ കിതാബിലൊക്കെ പറയുന്നത് തഹ്സീന് തഖ്ബീഹി അഖ്ലിയ്യ്. ഓരോ വസ്തുവിലും അതിന് നന്മയുണ്ടെങ്കിൽ അത് ഹറാമാക്കണം, അല്ല അത് ഹലാലാക്കണം എന്നാണ് മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ പേക്ഷകക്ഷികളുടെ വിശ്വാസം. നമുക്ക് മുൻ വിശ്വസിക്കാൻ പറ്റൂല. ഒരു വസ്തുവിൽ ബുദ്ധി അതിന് തിന്മ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ഹറാമാക്കാൻ നിർബന്ധമാണ് എന്നാണ് ആര് വിശ്വാസം? മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ പേക്ഷകക്ഷിയുടെ വിശ്വാസം. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഒരു വസ്തു ഹറാമാക്കിയാൽ അതുകൊണ്ട് അത് മോശമായി തീർന്നു. ഒരു വസ്തു അല്ലാഹു തആല ഹലാലാക്കിയാൽ അതുകൊണ്ട് അത് നന്നായി തീർന്നു. നല്ലത് എന്നതിന് പേര് അത് ഹലാലാതല്ല.
അത് മോശമാണ്, വസ്തു മോശമാണ് എന്നതിന് വരെ ഹറാമാക്കിയതല്ല. അള്ളാഹു തആല ഹറാമാക്കിയത് കൊണ്ട് അത് ഹലാലായി. പിന്നെ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് കൊണ്ട് അത് ഹറാമായി. മനസ്സിലായില്ലേ? അതാ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹബൽ ഖിൻസീർ. പന്നി മാംസവും രക്തവും ശവവും അള്ളാഹു തആല ഹറാമാക്കി. ശവ ഹറാമാക്കി. ഞാൻ പറയട്ടെ, എന്നാൽ ഈ ശവം തന്നെയല്ലേ മീൻ എന്ന് പറയൂ അല്ലേ? മീൻ ശവം തന്നെയല്ലേ? അത് അള്ളാഹു തആല ഹറാമാക്കിയണോ? അപ്പം ശവം എന്നുള്ളതിൽ മീന്, ജറാദ് അല്ലേ, പിന്നെ മത്സ്യവും ജറാദും ഇതൊന്നും ഒഴിവാകുന്നു. ശറഈന്റെ വിധിപ്രകാരം തന്നെ അത് മൈത്തത്താണ്. ശവമാണെങ്കിൽ അള്ളാഹു തആല അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല ചിലതിനെ ഹറാമാക്കിയത് കൊണ്ട് അത് മോശമായി, അള്ളാഹു തആല ചിലതിനെ ഹലാലാക്കിയത് കൊണ്ട് അത് നന്നായി. അതല്ലാതെ ചില വസ്തുക്കൾ നല്ലതാണ് എന്ന് ബുദ്ധി കണ്ടെത്തുന്നതിന്റെ പേരിൽ അള്ളാഹു തആല എന്താക്കിയതല്ല, അത് ഹലാലാക്കിയതല്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. അതാണ് തഹ്സീന് തഖ്ബീഹ് അഖ്ലി എന്നാണ് കിതാബിലൊക്കെ. നമ്മളെ അഖീദക്കും അത് ബാധിക്കും. അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖ്ഹിലും അത് ആ ചർച്ച വരുന്നുണ്ട്, ഫിഖ്ഹിലും ആ ചർച്ച വരുന്നുണ്ട്. ഈ 3 ഫന്നിലും, ഇസ്ലാമിന് പ്രധാനപ്പെട്ട ഈ 3 ഫന്നിലും 3 വിഷയത്തിലും ഇതിന്റെ ചർച്ച ധാരാളം വരുന്നുണ്ട്. ഇത് ശരിയായ നിലക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇടറാതെ നമ്മുടെ വിശ്വാസം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഇത് മനസ്സിലാക്കുന്നിടത്ത് പലർക്കും അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്. അത് ശരിയായ നിലക്ക് ഗ്രഹിക്കാത്തതിന്റെ പേരിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പന്നി മാംസത്തെ അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ അത് ഹറാമാണ്, അത് വളരെ മോശമാണ്. പന്നി മാംസം ഞാൻ കഴിക്കൂല. എന്തുകൊണ്ട്? പന്നി മാംസത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല, അള്ളാഹു തആല ഹറാമാക്കിയത് കൊണ്ട് അത് ഹറാമായി. അള്ളാഹു തആല പിന്നെ ആട്ടുമാംസം അനുവദനീയമാക്കിയത് കൊണ്ട് അത് ഹലാലായി. അതിൽ കവിഞ്ഞുകൊണ്ട് എന്തല്ല മറ്റതിൻ്റെ എന്തെങ്കിലും അതിൽ ആ വസ്തുവിൽ അടങ്ങിയിട്ടുണ്ട്, ഒരു പിന്നെ മോശകരമായിരിക്കുന്ന പിന്നെ കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ അത് ഹറാമാക്കിയതാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. അപ്പൊ നാം നോക്കട്ടെ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് എന്തിന്റെ അടയാളമാക്കിയിട്ടുണ്ട്? സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തആല അടയാളമാക്കിയിട്ടുണ്ട്. ആ അള്ളാഹു തആലക്ക് എന്തു ആക്കാം? സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് നരകത്തിൽ കടക്കാൻ അടയാളമാക്കാൻ അള്ളാഹു തആലക്ക് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഹറാമ് ചെയ്യുക, ദോഷം ചെയ്യുക എന്നുള്ളത് നരകത്തിൽ കടക്കാനുള്ളതായിരിക്കും അടയാളമാക്കിയിട്ടുണ്ട്. അതിന് അള്ളാഹു തആലക്ക് ഏതുവാക്കാം? അത് സ്വർഗത്തിൽ കടക്കാനുള്ളതായിരിക്കും അടയാളമാക്കാനും അള്ളാഹു തആലക്ക് സാധിക്കും. അതാണ് അള്ളാഹുവിന്റെ ജായിസ് ആസിഫത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഇനിയിപ്പോൾ ഒന്നുകൂടി അർത്ഥം വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു ഉദാഹരണമാണ് മുസ്ലിം പറയുന്നത്, അത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പറഞ്ഞു ചെയ്യാം. എന്താ അപ്പം ഈ കാര്യം നമുക്ക് മനസ്സിലാവുന്നത് വൈരിഫ അവന് അറിയുന്നത് എങ്ങനെയാണ്? എന്ത് ചിന്തിച്ച അന്നൽ അഫ്ആല കുല്ലഹാ മഖ്ലൂഖത്തുൻ ലി മൗലാന, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചതാകുന്നു, അവന്റെ പടപ്പുകളാകുന്നു, അവന് പടക്കപ്പെട്ടതാകുന്നു. അവനാണ്